ആയിരിക്കാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു. ഒരു നിമിഷം. എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസ്യം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ഫാസ്റ്റും പ്രയറും നിങ്ങളുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേഗത്തിൽ തന്നെ ഒരു വേദഭാഗത്തിലേക്ക് നമുക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാം. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വചനം വായിക്കാം. തീത്തോസിന്റെ ലേഖനം 6-7 വായിക്കാം. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പേർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. ആമേൻ. നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. തന്റെ സഹശുശ്രൂഷനായിരിക്കുന്ന തീത്തോസിന്റെ അടുക്കൽ പറയുകയാണ്, ക്രേത്ത സഭയിലെ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമാണ് പറയുന്നത്. നമ്മുടെ അകത്ത് ഒരു പുതിയ റിന്യൂവൽ ഉണ്ടാകേണ്ടത് പരിശുദ്ധാത്മാവിനാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം, പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലായിടത്തും ഒരു റിന്യൂവൽ ഉണ്ടാകണമെങ്കിൽ ഹോളി സ്പിരിറ്റിനെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. തീത്തോസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പൗലോസ് പറയുന്ന തന്റെ തുല്യ ചിത്തനായ എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് തീത്തോസ്. എന്ന് വായിക്കാം. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന് 5-ാമത് വചനം വായിക്കാം. പൗലോസും തീത്തോസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അവിടെ കാണുന്നുണ്ട്. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. അതിന് 4-ാം വാക്യം വായിച്ചു. പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിന് എഴുതുന്നത്. തീത്തോസ് എന്ന് പറയുന്ന ആരാണ്? നിജപുത്രനാണ് പൗലൂസിന്റെ. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലൂടെ കർത്താവിലേക്ക് വന്ന വ്യക്തിയാണ് തീത്തോസ്. ഒരു അപ്പന്റെ സ്ഥാനമാണ് പൗലോസിന് തീത്തോസുമായി ബന്ധപ്പെട്ട്. തിമോത്തിയോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും ഒരു സ്പിരിച്വൽ ഫാദർഷിപ്പ് ആണ് പൗലോസുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ. നിജപുത്രനായ തീത്തോസിനെ സഭയെ ഏൽപ്പിക്കുകയാണ്. തുടർന്ന് നമ്മൾ വേറെ പല ഭാഗങ്ങളിലും ഈ തീത്തോസിനെ കൂട്ടിക്കൊണ്ട് യെരുശലേമിലേക്ക് ആദ്യം പൗലോസ് യാത്ര, നിങ്ങളുടെ ബൈബിള് പഠിക്കുന്നവർക്ക് വേണ്ടി കൂടാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. തുടർന്ന് ഇത് നമുക്ക് ധാരാളം സമയമുണ്ടല്ലോ, ഫാസ്റ്റിംഗ് പ്രയർ ആണല്ലോ, സൂം മീറ്റിംഗ് ആയതുകൊണ്ട് ഒരു മീറ്റിംഗ് അല്ലല്ലോ, ഓൺലൈൻ മീറ്റിംഗ് ആയതുകൊണ്ട് സമയമുണ്ടല്ലോ. അപ്പം പൗലോസിനെ
പൗലോസ് ആദ്യം യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോഴും ആദ്യം തീത്തോസിനെ കൂട്ടിക്കൊണ്ട് പോയെന്ന് എഴുതിയിരിക്കുന്നത്. ഒന്ന് എടുത്തോളൂ, ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഗലാത്യർ 2-ാം 14 ആണ്ട് അധ്യായം. കഴിഞ്ഞിട്ട് ആ ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. വീണ്ടും യെരൂശലേമിലേക്ക് പോവുകയാണ്. ബർന്നബാസും 14 വർഷത്തിന് ശേഷം യെരൂശലേമിലുള്ള സഭയിലേക്ക് ബർന്നബാസിനെയും തീത്തോസിനെയും കൂട്ടിക്കൊണ്ടുപോയെന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ തീത്തോസ് എന്ന് പറയുന്ന വ്യക്തി അവിടെ എല്ലാവർക്കും അവിടുത്തെ യെരൂശലേമിലുള്ള ആ മെയിൻ സഭ, അല്ലെങ്കിൽ അവിടുത്തെ ശിഷ്യന്മാരുടെ മെയിൻ സഭയാണല്ലോ യെരൂശലേം. ആ കേന്ദ്രത്തിൽ എല്ലാവർക്കും സുപരിചിതനാണ് തീത്തോസ്. അപ്പോൾ തന്നെ തീത്തോസിനെ നമ്മൾ കാണുന്ന മറ്റ് വേദഭാഗങ്ങളുണ്ട്, അതും കൂടെ പറയാം. 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ വായിക്കാം. കൊരിന്ത് സഭയിൽ നിന്ന് തീത്തോസ് ആണ് സന്തോഷ വാർത്ത കൊണ്ടുവരുന്നത്. വായിക്കാം. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 13-14. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം വന്നിരിക്കുന്നു. ഞങ്ങളുടെ ആശ്വാസം ഒഴികെ തീത്തോസിന്റെ മനസ്സിന് നിങ്ങൾ എല്ലാവരായാലും തണുപ്പ് വന്നതുകൊണ്ട് അവനുണ്ടായ സന്തോഷ നിമിത്തം ഞങ്ങൾ എത്രയും അധികം സന്തോഷിച്ചു. കൊരിന്ത് സഭയിൽ ചെന്ന അവിടെ വലിയ വിഷയങ്ങളുണ്ട്. ആ വിഷയത്തെ ക്രമീകരിക്കാനും തീത്തോസിനെ വിടുന്നുണ്ട് അങ്ങോട്ട്. പക്ഷെ ആ സഭ ഇദ്ദേഹത്തെ വളരെ മനസ്സിന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇദ്ദേഹത്തെ യാത്രയാക്കിയത്. പ്രിയപ്പെട്ടവരെ, ദൈവദാസന്മാര് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുമ്പോ, ദൈവദാസന്മാര് നിങ്ങളുടെ ചർച്ചയിൽ നിന്ന് പോകുമ്പോ അവരുടെ മനസ്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിപ്പിക്കും. ഇന്നാളൊരിക്കൽ എന്നെ സൂം മീറ്റിങ്ങിന് ഒരാൾ എന്നെ വിളിച്ചിട്ട്, അപ്പൊ എന്റെ പ്രസംഗം ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചും ആത്മാഭിഷേകത്തെ കുറിച്ചൊക്കെ ആണെന്ന് അറിഞ്ഞിട്ടാണ് ഈ പുള്ളി എന്നെ വിളിക്കുന്നത്. അറിയാതെ വിളിക്കത്തില്ലല്ലോ. അങ്ങനെ വിളിച്ചിട്ട് ഞാൻ അന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിക്കുന്ന ആ അഭിഷേകത്തെ കുറിച്ചാണ് പ്രസംഗിച്ചത്. അപ്പം അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന ആ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ രാവിലെ 5 മണി തൊട്ടങ്ങാണ്ട, 5-6 മണി തൊട്ട, രാത്രിയിൽ ഏതോ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ വന്നത് വീട്ടിൽ. ഇത്തിരി ദൂരെ പോയിട്ട് വന്നത്. 6 മണി 5 മണി 5:30 ആയപ്പം ഈ മീറ്റിങ്ങിന് വേണ്ടി വേഗത്തിൽ എഴുന്നേൽക്കുകയും ഒക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് സൂം മീറ്റിങ്ങിൽ ഞാൻ ഇത് പ്രസംഗിച്ചു കഴിഞ്ഞ് ഞാൻ ലെഫ്റ്റ് ആയില്ല. കാരണം ആശീർവാദം കൂടെ പറഞ്ഞിട്ട് ലെഫ്റ്റ് ആകാതെ എഴുതി ലെഫ്റ്റ് ആയി. ആശീർവാദം നമുക്ക് വലിയൊരു ബ്ലെസ്സിങ്. അപ്പൊ ആശീർവാദം കൂടെ കഴിയട്ടെ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു. ഇദ്ദേഹം വിചാരിച്ച് ഞാൻ ലെഫ്റ്റ് ആയത്. ഉടനെ ഇദ്ദേഹം പറയാണ്, നമുക്ക് തീയും അഭിഷേകവും ഒന്നുമല്ല വിഷയം, നോർത്ത് ഇന്ത്യയിലെ പാസ്റ്റേഴ്സ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഇദ്ദേഹം അറിഞ്ഞില്ല ഞാൻ അതിനകത്തുണ്ടെന്ന്. എന്റെ ദൈവത്തിന്റെ മക്കളെ, ഞാനൊരു മനുഷ്യനല്ലേ, എനിക്കങ്ങ് അരിശം വന്നു. ഈ പുള്ളി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? ഇദ്ദേഹം അറിഞ്ഞില്ല. എന്നിട്ട് ഇനി അടുത്തൊരു അഭിനയം. അപ്പൊ എന്റെ അകത്ത് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ വിളിച്ച് പറയണം, പാസ്റ്റർ എന്നെ എന്തോ കണ്ടിട്ടാ വിളിച്ചത്, ഇങ്ങനെയാണോ പറയേണ്ടതൊക്കെ ചോദിക്കാൻ. എന്റെ അകത്ത് എന്തോ ഈ പഴയ ജഡം അകത്ത് മനുഷ്യനുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഞാൻ കർത്താവിൽ വഴി നടന്ന ദൈവദാസനെ വിളിച്ചിട്ടങ്ങ് പറഞ്ഞു, എന്നെ കർത്താവിൽ വഴി നടന്ന ദൈവദാസനെ വിളിച്ച് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എനിക്ക് ഇങ്ങനെ പുള്ളിയോട് എനിക്ക് അരിശം വന്നു, എന്നെ വിളിച്ച് മീറ്റിംഗ് നടത്തിയിട്ട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്. ക്ലൈമാക്സിൽ പറയുക, നീ വചനം അനുഗ്രഹമാകട്ടെ എന്ന് പറയുന്നതിന് പകരം ഇതൊന്നുമല്ല വിഷയം. പുള്ളി അറിഞ്ഞില്ല ഞാൻ അതിൻ്റെ അകത്തുണ്ടെന്ന്. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ പുള്ളി എന്നെ വിളിച്ചിട്ട് പാസ്റ്ററെ ഭയങ്കര ഇനി അഭിനയമാണ്. നമുക്ക് ഈ അഭിനയം എന്ന് പറയുമ്പോൾ മമ്മൂട്ടി മോഹൻലാലും വരെ തോറ്റും പാസ്റ്റർമാരുടെയും വിശ്വാസികളുടെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ. പാസ്റ്ററെ അടിപൊളി പ്രസംഗമായിരുന്നു, അടിപൊളി, ഞങ്ങൾക്ക് എല്ലാം എന്തോ പവറായിരുന്നു അറിയാമോ. അപ്പൊ എന്റെ മനസ്സിൽ കള്ള മുമ്പ് പറഞ്ഞത് ഞാൻ കേട്ടോണ്ടിരിക്കുകയല്ലേ. അപ്പൊ എന്റെ അകത്ത് എല്ലാത്തിനും കിടപ്പുണ്ട്, ചോദിക്കണോ. അപ്പൊ കർത്താവ് വഴി നടത്തുന്ന ദൈവദാസൻ എന്നോട് പറഞ്ഞു, ജോയൽ അത് ചോദിക്കാൻ പോയി കഴിഞ്ഞ് അതിനകത്ത് ജോയൽ ആക്ട് ചെയ്യുക.
യേശു ആണല്ലോ ആ മെസ്സേജ് ജോയന്റെ കയ്യിൽ തന്നത്. അപ്പൊ യേശുവിനോട് പോയി പറയാൻ പറഞ്ഞു, ഈ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞല്ലോ. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ പോയില്ല. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം പാസ്റ്റർ, കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം എന്താ മനസ്സിന്റെ അകത്ത് നമ്മൾ എന്തോ ചെയ്തു, ഒരു മുറിവേൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കൊണ്ട് ശുശ്രൂഷകർക്കോ വിശ്വാസികൾക്കോ നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ഒന്നും ആരെയും മുറിവേൽപ്പിക്കരുത്. ഫാസ്റ്റിംഗ് പ്രയറിന് ഇരിക്കുന്നവർ ഒരു പക്ഷേ ഇന്ന് വരുന്ന ദേവദാസന് വഴി തുറക്കുന്ന കാര്യമായിരിക്കും പറയുന്നത്, മോളുടെ കാര്യമായിരിക്കും പറയുന്നത്, മോന്റെ കാര്യമായിരിക്കും പറയുന്നത്. ഫാസ്റ്റിംഗിൽ മാസത്തിൽ വഴി തുറക്കുന്നതോ മോളുടെ കല്യാണക്കാരിയോ മോന്റെ കല്യാണക്കാരിയോ ഒന്നും അല്ല ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗിൽ നമ്മളെ ക്രമീകരിക്കുക, ഡിസിപ്ലിൻ ആക്കുകയാണ് ഫാസ്റ്റിംഗ് പ്രയർ. വിശ്വാസം വർദ്ധിക്കാനാണ് വാസ്തവത്തിൽ ഫാസ്റ്റിംഗ്. അപ്പോസ്തലന്മാർ ഒരിക്കലും ഒരു മീറ്റിംഗ് കിട്ടാൻ വേണ്ടി ഫാസ്റ്റ് ചെയ്തില്ല. ആ ഇന്നൊരു വഴി തുറക്കണം. അവർക്കെല്ലാം ആഗ്രഹം ഉണ്ടായി റോമിൽ പോണോന്നൊക്കെ. പൗലോസിന് ആഗ്രഹമൊക്കെ ഉണ്ടായി. യെറുശലേമിൽ പോയപ്പോൾ പൗലോസ് പറയുന്നുണ്ട് റോമിൽ പോയി ശുശ്രൂഷ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നമുക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നീഡ്സിന് വേണ്ടിയല്ല ഫാസ്റ്റിംഗ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. ആവശ്യങ്ങൾ ഫാസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെന്തിനാ ഫാസ്റ്റിംഗ്? ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല എന്ന് പറഞ്ഞാൽ ഭൂതം പോകത്തെന്നുള്ള കാര്യമല്ല. യേശു പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്. 9 ശിഷ്യന്മാർ പത്രോസും യാക്കോബും യോഹന്നാനും യേശുവിന്റെ കൂടെ മലയിലായിരുന്നു. അല്ല എന്ന് പറയുമ്പം ഉയർന്നൊരു വൺമലയിലായിരുന്നല്ലോ. അവരിങ്ങനെ പ്രാർത്ഥിച്ചപ്പം കർത്താവിന്റെ വസ്ത്രം വെണ്മയോട് തിളങ്ങി ഒക്കെ തിരിച്ചു വരുമ്പോഴാണ് 9 ശിഷ്യന്മാർ ചന്ദ്രരോഗം ബാധിച്ച ഒരു പയ്യനെ അവന്റെ ഭൂതത്തെ കാസ്റ്റ് ഔട്ട് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പൊ ഇവർക്ക് പറ്റാത്തോണ്ട് ഇവര് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഭൂതത്തെ പുറത്താക്കാൻ കഴിയാഞ്ഞത്? അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ അവിശ്വാസ നിമിത്തം അത്ര. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി എന്ന് പറഞ്ഞേക്കുന്ന അവിശ്വാസത്തെ അല്ല, ഭൂതത്തെ അല്ല, അൺബിലീഫാണ്. അപ്പൊ എന്റെ അകത്തുള്ള കർത്താവ് എന്റെ കൂടെ ഉണ്ടെന്നുള്ള ആ വിശ്വാസമൊക്കെ കുറയുന്നുണ്ടെങ്കിൽ അപ്പോഴേ പോയി ഫാസ്റ്റിംഗ് ഇരുന്നോ. കർത്താവ് ഇതൊന്നും അയ്യോ കർത്താവ് ഇല്ല, എല്ലാം തീർന്നു എന്നൊക്കെ നമ്മുടെ അകത്തുള്ള അവിശ്വാസം കയറുന്ന സമയത്ത് അവിശ്വാസത്തെ കുടഞ്ഞു കളയാനാണ് നമ്മുടെ അകത്തുള്ള ഓരോ ഫാസ്റ്റിംഗ് പ്രയർ. അപ്പൊ ഫാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷെ ചില വാതിലുകളൊക്കെ തുറന്നത് വരാം, പക്ഷെ വാതിൽ തുറക്കാൻ വേണ്ടി ഒരു ഫാസ്റ്റിംഗ് ഇല്ല. എവിടെയെങ്കിലും നിങ്ങൾ വാതിൽ തുറക്കാൻ വേണ്ടി അപ്പോസ്തലന്മാർ ഫാസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഫാസ്റ്റിംഗിൽ ചില കാര്യങ്ങൾ നടന്നു, ചില വാതിലുകൾ ഒക്കെ അവർക്ക് വേണ്ടി തുറന്നു എന്നാണ് നാം വായിക്കുന്നത്. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ ഈ 21 days ഫാസ്റ്റിംഗിൽ നമ്മളെ ഒന്ന് ഡിസിപ്ലിൻ ആക്കാൻ വേണ്ടിയായിരിക്കണം. ഞാനൊന്ന് റെഡി ആകാനുണ്ടല്ലോ ഏതോ മേഖലയിൽ. എനിക്ക് നൽകുന്ന അവസരമാണ് ഫാസ്റ്റിംഗ്. ഞാനൊന്ന് കർത്താവിന്റെ കൂടെ എനിക്ക് ഒന്നും കൂടെ ഒന്ന് ഇഴുകിച്ചേർന്ന് ജീവിക്കാനുള്ള ടൈമാണ് ഫാസ്റ്റിംഗ്. അപ്പോൾ തന്നെ നമുക്ക് വേണ്ടിയുള്ള വാതിലുകൾ വേഗത്തിൽ ദൂതന്മാർ ചില കാര്യങ്ങൾ ചെയ്യും. അതൊന്നും കാരണം ഫാസ്റ്റിംഗ് ടൈമിലാണല്ലോ യേശുവിനെ ശുശ്രൂഷിപ്പാൻ ദൂതന്മാർ വന്നു എന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ ഏഞ്ചലിക് മിനിസ്ട്രി ഒക്കെ വെളിപ്പെട്ടു വരും. ചിലർക്ക് വേണ്ടി ദൈവാത്മാവ് അങ്ങനെ ചില ഡോറുകൾ തുറക്കും. ദൂതന്മാരുടെ സഹായത്താൽ ചില ഡോറുകളൊക്കെ കർത്താവ് തുറക്കും. പക്ഷെ അതിനുവേണ്ടിയല്ല ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് ടൈം ഈസ് എ ഫീസ്റ്റിംഗ് ടൈം. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന, ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ ഹൃദയം അറിയുന്ന, ദൈവത്തിന്റെ മനസ്സറിയുന്നു. അതുകൊണ്ടാണ് പൗലോസ് ചോദിച്ചത്, ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ നമ്മൾ ഓരോ നേരം ഉപവസിച്ചുള്ളെങ്കിലും കർത്താവെ, എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവെ എന്നെ ഒന്ന് തയ്യാറാക്കുവാൻ, എന്നെ ഒന്ന് രൂപപ്പെടുത്തുവാൻ. ഞാൻ എന്ന് പറയുന്ന വ്യക്തിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഇലകൾ നിൽപ്പുണ്ട്, വേണ്ടാത്ത ഒത്തിരി ഇല, ഫലമില്ല. കർത്താവ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇലയാണ് നിൽക്കുന്നത്.
നോക്കുമ്പോ ഭയങ്കര ഇതാണ്, ഇങ്ങനെ ഇതാണ്. ഇപ്പൊ എന്നെയും കൂടെ തന്നെ ഞാൻ പറയുന്നത്. ആ പോസ്റ്ററുണ്ട്, ഈ പോസ്റ്ററുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ സോഷ്യൽ മീഡിയ, ആ യൂട്യൂബിൽ, ഈ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാം ജോയൽ ബ്രദർ ഇങ്ങനെ നിൽക്കുക. അപ്പം കർത്താവ് നോക്കുമ്പോ ഇതൊക്കെ ഉള്ളൂ, ഇല മാത്രമേ ഉള്ളൂ, ബലമില്ല. ഞാൻ എന്റെ ഉദാഹരണം എടുത്ത് പറഞ്ഞത് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. കർത്താവ് നോക്കുന്നത് ഫ്രൂട്ടാണ് നോക്കുന്നത്, വിത്തല്ല. വളരെ ശ്രദ്ധിക്കണം. കർത്താവ് നോക്കുന്നത് കൃപാവരത്തെ അല്ല, കർത്താവ് നോക്കുന്നത് നമ്മുടെ അകത്തുള്ള ഫലത്തെ കർത്താവിന് വേണ്ടത്. പൊതുപ്രയോജനത്തിന്, അത് ജനങ്ങൾക്ക് വേണ്ടിയാ, കർത്താവിന് വേണ്ടിയല്ല. അതിലൂടെ കർത്താവിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ. പക്ഷെ കർത്താവിന് ആവശ്യം നിന്നിലൂടെ വരുന്ന നല്ല ഫലത്തെയാണ് കർത്താവ് കൈനീട്ടി ചോദിക്കുന്നത്. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി എന്റെ അകത്ത് ചില ഫാസ്റ്റിങ്ങും പ്രയറും ബൈബിൾ റീഡിങ്ങും ഒക്കെ നമ്മുടെ അകത്തുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഇതിനകത്ത് ഞാൻ ചില മുഖങ്ങളൊന്നും കാണുന്നില്ല. ഇങ്ങനെ കുട്ടകം ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ഇങ്ങനെ ചന്ദ്രന്റെ ഇത് മാത്രമേ കാണുന്നു. അപ്പൊ അങ്ങനെയുള്ളവരും കൂടെ ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം കണ്ട് എനിക്ക് ശുശ്രൂഷിക്കായിരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ഫാസ്റ്റിങ്ങിന്റെ 3-ാമത്തെ ദിവസം ചില കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് കർത്താവിന്റെ കൂടെ വചനമൊക്കെ ഒന്ന് നമുക്ക് മനസ്സിലാക്കി പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി നമ്മളെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, തീത്തോസ് കൊരിന്ത് സഭയിൽ നിന്ന് വന്നപ്പോൾ ആ സഭ അവനെ യാത്രയാക്കിയത് സന്തോഷത്തോടു കൂടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട്ടിൽ വന്ന ദേവദാസന്മാരാരും കരഞ്ഞു പോകാൻ ഇടവരുത്തരുത്. നമ്മുടെ സഭയിലുള്ള ഒരു പാസ്റ്റേഴ്സും കരഞ്ഞു പോകാൻ ഇടവരുത്തരുത്. ആരെ നമ്മളെ മനസ്സ് വേദനിപ്പിക്കരുതെന്നാണ് പറഞ്ഞത്. 2 കൊരിന്ത് ലേഖനം 8-ാം അധ്യായം 16-17 വായിച്ചാട്ടെ. 2 കൊരിന്ത് ലേഖനം 8-ാം അധ്യായം 16-17. നിങ്ങൾക്ക് വേണ്ടി തീത്തോസിന്റെ ഹൃദയത്തിലും ഈ ജാഗ്രത നൽകിയ ദൈവത്തിന് സ്തോത്രം. അവൻ അപേക്ഷ കൈക്കൊണ്ടു എന്ന് മാത്രമല്ല, അത്യുത്സാഹിയാകയാൽ സ്വമേധയായി നിങ്ങളുടെ അടുക്കിലേക്ക് പുറപ്പെട്ടു. പൗലോസിന്റെ നിർബന്ധമില്ലാതെ കൊരിന്തു സഭയിൽ ഭയങ്കര വിഷയം നടക്കുകയാണ്. അപ്പന്റെ ഭാര്യ വെച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ തന്നെ കൃപാവരം യൂസ് ചെയ്യുന്നു, പ്രവചിക്കുന്നു, ഭയങ്കര വിഷയം നടക്കുകയാണ്. നല്ല കാര്യങ്ങളും കൊരിന്തു സഭയിലുണ്ട്. പക്ഷെ ആ സഭയിലേക്ക് പോകാൻ ആരുടെ നിർബന്ധം കൂടാതെ തീത്തോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയാണ്, ഞാൻ പോകാം. അത്യുത്സാഹിയാണ് തീത്തോസ്. ഈ ഉത്സാഹം നമ്മുടെ അകത്തുണ്ടായി. അതുകൊണ്ട് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായിരിക്കണം നമ്മൾ. നമ്മുടെ അകത്തൊരു ഉത്സാഹം ഉണ്ടായിരിക്കണം കർത്താവിന് വേണ്ടി ചെയ്യാൻ. നമ്മുടെ അകത്ത് ഉത്സാഹം ഉണ്ടായിരിക്കണം കർത്താവിന് വേണ്ടി ചുവടുവെക്കുക. പ്രാർത്ഥിക്കാൻ ഒരു ഉത്സാഹം ഉണ്ടായിരിക്കണം. ബൈബിൾ വായിക്കാൻ ഒരു ഉത്സാഹം ഉണ്ടായിരിക്കണം. ശുശ്രൂഷിക്കാൻ ഉത്സാഹം ഉണ്ടായിരിക്കണം. പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഉത്സാഹം ഉണ്ടായിരിക്കണം. വീട്ടിൽ വരുന്നവരെ സന്തോഷത്തോടെ കൈക്കൊള്ളാൻ ഉത്സാഹം ഉണ്ടായിരിക്കണം. ഈ അബ്രഹാമിനൊരു വിഷയമുണ്ട്. അബ്രഹാമിന്റെ വീടിന്റെ വഴി ആരെങ്കിലും പോയി കഴിഞ്ഞാൽ പുള്ളി വിളിച്ച് പെരയ്ക്കകത്ത് കൊണ്ടുവരും. നമ്മുടെ ഇവിടുത്തെ അച്ചാച്ചന്മാരായിരുന്നെങ്കിലോ, അന്ന് അച്ചാച്ചന്മാരെ വഴക്ക് പറഞ്ഞ് എന്തോ ചെയ്യും, അച്ചാച്ചന്മാര് പിന്നെ പ്രതിമയെ പോലെ അങ്ങിരുന്ന് കേൾക്കത്തേ ഉള്ളൂ. അബ്രഹാമിനൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ തല ഇങ്ങനെ ഉയർത്തി നോക്കിയപ്പം 3 പുരുഷന്മാര്. പിന്നെ ആ വഴി വിട്ടുകൂടെ അബ്രഹാം? ഇല്ലില്ല, പറ്റത്തില്ല. വീട്ടിൽ കൊണ്ടുപോകും. ഈ വീട്ടിൽ കൊണ്ടുപോയി ഫുഡ് കൊടുക്കുന്നതിന് ഒരു പ്രത്യേക അനുഗ്രഹം കേട്ടോ. ഞാനൊരിക്കലും ഒരു വീട്ടിൽ ചെന്നപ്പോ അവിടുത്തെ ആന്റി എന്നോട് ചോദിക്കുക, പാസ്റ്റർ ചായ കുടിച്ചിട്ടില്ലയോ വന്നേന്ന്. എനിക്ക് മനസ്സിലായി ഇവർക്ക് ചായ ഇട്ട് തരാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനൊന്ന് കുടിച്ച് ഒന്നുകൂടി ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ വീട്ടിൽ ഒരാൾ വരുമ്പോ അതെന്താ പാസ്റ്റർ എന്നല്ല, ആര് വന്നാലും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത്. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പം, ഞാനെന്നല്ല, ഏത് വ്യക്തികൾ നോർത്ത് ഇന്ത്യയിൽ ചെല്ലുമ്പം അവിടുത്തെ കൾച്ചർ അവരുടെ വീട്ടിൽ വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും അവര്. അതവിടുത്തെ കൾച്ചറാ. ആര് വീട്ടിൽ ചെന്നാലും ഓരോ ഗ്ലാസ് വെള്ളം കൊടുക്കും. ഏത് ചെറുതായാലും ഏത് വലിയ വീട്ടിലാണെങ്കിലും ഓരോ ഗ്ലാസ് ആദ്യം. ഒരു ബ്ലെസ്സിങ്ങാ. ഈ അബ്രഹാമിനൊരു കുഴപ്പമുണ്ട്. അബ്രഹാം
ആ വീടിന്റെ മുന്നിലൂടെ പോയി കഴിഞ്ഞാൽ, ആൾക്കാർ പോയി കഴിഞ്ഞാൽ അവരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് ഫുഡ് കൊടുക്കും. ഉടനെ സാറായിട്ടൊക്കെ പറഞ്ഞു, നീ നല്ല ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു, നല്ല അങ്ങോട്ട് പാകം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നല്ല, ഇപ്പൊ ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല. അപ്പൊ നന്നായിട്ട് പാകമൊക്കെ ചെയ്ത് ഇവർക്ക് കൊടുത്തു. അതിൽ ഒരാൾ ദൈവപുരുഷനായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം അത് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഈ അബ്രഹാമിന് വേണ്ടുന്ന ഒരു വാഗ്ദത്തം റിലീസ് ആകുന്നത്. അപ്പൊ ഭക്ഷണം കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ച വ്യക്തിയാണ് ഈ അബ്രഹാം. ദൂതന്മാരാണെന്ന് അറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ആ ഉത്സാഹിയായിരുന്നു ചെയ്യാൻ. ഉത്സാഹം, കർത്താവിന് വേണ്ടി ഓടാൻ ഉത്സാഹം ഉണ്ടായിരിക്കണം. കർത്താവിന് വേണ്ടി നിൽക്കാൻ ഉത്സാഹം ഉണ്ടായിരിക്കണം. അങ്ങനെ മടുപ്പിടുന്ന മേഖലകൾ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അതിനെ ഇന്ന് രാത്രിയിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കണം. എന്റെ അകത്തുള്ള പഴയ പ്രാർത്ഥന എനിക്ക് പറ്റുന്നില്ല പഴയതുപോലെ പ്രാർത്ഥിക്കാൻ. എനിക്ക് പഴയതുപോലെ എനിക്ക് മണിക്കൂർ നേരം കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് പഴയതുപോലെ പ്രാർത്ഥനാ സമയത്ത് കരയാൻ പറ്റുന്നില്ല. എനിക്ക് പഴയതുപോലെ ആ ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. സാന്നിധ്യമൊക്കെ അവിടെ തന്നെ ഉണ്ട്. നിങ്ങളുടെ അകത്ത് ഉത്സാഹം ഉണ്ടാകും. തീത്തോസ് ഒരു ഉത്സാഹിയായിരുന്നു. തീത്തോസിനെ കുറിച്ച് പറയുന്നത്, ഞങ്ങൾ നിർബന്ധിക്കാതെ തീത്തോസ് കൊരിന്ത് സഭയിലേക്ക് വന്നു. വായിച്ചേ ആന്റി. ഏത് വാക്യാന്ന് പറഞ്ഞു? 2 കൊരിന്ത്യർ 8:16-17. നിങ്ങൾക്ക് വേണ്ടി തീത്തോസിന്റെ ഹൃദയത്തിലും ഈ ഉം. ജാഗ്രത നൽകിയ ദൈവത്തിന് സ്തോത്രം. ആ അവൻ അപേക്ഷ കൈക്കൊണ്ടു എന്ന് മാത്രമല്ല, ഉം. അത്യുത്സാഹിയാകിയാൽ സ്വമേധയായി നിങ്ങളുടെ അടുക്കിലേക്ക് പുറപ്പെട്ടു. ആ സ്വമേധയായി പുറപ്പെട്ടു. ആരും കൂട്ടിന് വേണ്ട, സ്വമേധയാ കർത്താവിന് വേണ്ടി ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ തീത്തോസിനോട് പൗലോസ് പറയും, ഇത്രയും കണക്ഷൻ ഈ പൗലോസുമായിട്ട് ഈ തീത്തോസിനുണ്ട്. അവിടെ പറയാൻ വേണ്ടി ഇത്രയും വചനങ്ങൾ വായിപ്പിച്ചു. അപ്പൊ ക്രേത്ത എന്ന് പറയുന്ന സഭയിലാണ് ഇപ്പോൾ പാസ്റ്ററായി തീത്തോസ് ഇരിക്കുന്നത്. അവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകത എന്താണെന്ന് തീത്തോസിന്റെ 1-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വേദഭാഗങ്ങൾ വായിച്ചാട്ടെ. വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരായ പലരും ഉണ്ടല്ലോ. ഇങ്ങനെ ചിലരുണ്ട്. ശ്രദ്ധിക്കണം. നമ്മൾ പതുക്കെ ഓരോ വാക്യങ്ങൾ എടുത്തു പോകാം. വെറുതെ ഇങ്ങനെ സംസാരിക്കാൻ ചിലരുണ്ട്. സംസാരിക്കുക, ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല. പിന്നെ വേറെ എന്തുകൊണ്ട് വിശ്വാസം? ഇവിടെ മഴയാ. പിന്നെ അടുത്ത എന്തുകൊണ്ട് വിശ്വാസം? നിർത്തത്തില്ല. വെറുതാ വാചാലന്മാർ. സംസാരത്തിന് ബ്രേക്ക് ഇല്ലാത്തവർ. നമുക്കൊരു സംസാരിക്കുന്നതിനൊക്കെ ഒരു ഇതുണ്ടായിരിക്കണം, ഒരു കടിഞ്ഞാണുണ്ടായിരിക്കണം. വേറെടുത്ത് ഇവിടെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ വൃഥാ വാചാലന്മാരും പിന്നെ മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്ത, മനസ്സിനെ വഞ്ചിക്കുന്നവർ. ആർക്കും വഴങ്ങത്തില്ല ഇവര്. ഞാനാണ് ഏറ്റവും വലിയ ശരി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എന്റെ പ്രീച്ചിങ് ആണ് ശരി, എന്റെ ടീച്ചിങ് ആണ് ശരി, മറ്റുള്ളവരെല്ലാവരും കൊള്ളില്ല. ഇപ്പൊ എനിക്ക് നിങ്ങൾക്ക് ചായ കിട്ടിയെന്ന് വെച്ചു, എനിക്ക് നിങ്ങൾക്കും, നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉദ്ദേശിച്ചു. ഞാൻ പറയാം എന്റെ ചായ കൊള്ളാം, നിങ്ങളുടെ ചായ കൊള്ളില്ല. അതിന്റെ ആവശ്യം ഉണ്ടോ പറയണ്ടേ? എന്റെ ചായ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ പോരാ, ആ ചായ കൊള്ളത്തില്ലെന്ന് പറയേണ്ട ആവശ്യം ഉണ്ടോ? അങ്ങനെ ഈ വഴങ്ങാത്തവരുണ്ട്. നമ്മൾ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, നമ്മൾ മാത്രമേ കർത്താവിന്റെ പ്രിയ മക്കളുള്ളൂ, നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മൾ ഇങ്ങനെ പറയുന്നവരുണ്ട്. വഴങ്ങത്തില്ല അവർ. സ്വയം നീതിക്കാരെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ വഴങ്ങാത്തവര്
ആ സഭയ്ക്കകത്തുണ്ടായിരുന്നു. വായിച്ചേ. ആ വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ. അതല്ല ഞാൻ പറഞ്ഞില്ലേ, പരിച്ഛേദനക്കാരാന്ന് പറഞ്ഞാൽ പരീശന്മാരാണ്, യഹൂദരാണ്. ആ യഹൂദന്മാര് സഭയ്ക്കകത്തുണ്ടായിരുന്നു. PJ ഡാനിയൽ എന്ന് പറഞ്ഞൊരു ദൈവദാസൻ എഴുതിയ ബുക്ക് എനിക്ക് വായിക്കാൻ കിട്ടി. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമുണ്ട്, ഞാനത് പറയാമേ. ആ ഈ അദ്ദേഹം പറഞ്ഞാണ്, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ, നോർത്ത് ഇന്ത്യയിൽ മാത്രം ഇവിടെ ഒന്നും എനിക്കറിയില്ല, ഈ ഇറച്ചിക്കടയ്ക്കകത്തെ പല പല ഇറച്ചികളുണ്ടല്ലോ, ആടിന്റെ, മട്ടൻ, അല്ലെ, പോത്ത്, പശു. അപ്പം ഇവിടെ നാട്ടിലുമുണ്ട്. ഇത് ഇന്നാർ ഇറച്ചിയാണെന്ന് അറിയാൻ വേണ്ടി ഇതിന്റെ വാലിന്റെ അറ്റം എന്ത് ചെയ്യത്തില്ല, ഇവര് മുറിച്ച് കളയത്തില്ല. കാണാൻ വേണ്ടി ചിലരങ്ങനെ ചെയ്യാറുണ്ട്. ഈ വാലിന്റെ അറ്റം അവിടെ വെച്ചിരിക്കും. ഇത് പോത്താന്നു, ഇത് പശുവാന്നു, ഇത് ഇങ്ങനെ ഈ പകുതി ഉരിയാതെ ഈ വാലിന്റെ അറ്റത്ത് ഇങ്ങനെ കൊണ്ടു കിടക്കുന്ന പുള്ളികളുണ്ട്. ഞങ്ങൾ ഇന്ന കുടുംബക്കാര്, ഞങ്ങൾ ഇന്ന ഇതാണ്, അതാണ് ഈ വഴങ്ങാത്തവര്. ഞങ്ങളുടെ വീട് ഇങ്ങനെയാണ്, എന്റെ പണം, എനിക്ക് ഇത്ര പണമുണ്ട്. ഈ വാലിന്റെ അറ്റമാണ്. ഈ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുക, ഉരിഞ്ഞു കളയാന്ന് വേറെടുത്ത് പറയുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? പരിച്ഛേദനക്കാർ അല്ലെങ്കിൽ യഹൂദ മതക്കാർ അവര് സ്വയം നീതിക്കാരാണ്. അവര് ഇങ്ങനെ ഞങ്ങളെന്തോ ചെയ്തു എന്നുള്ളൊരു ധ്വനി സഭയ്ക്കകത്ത് ഉയർത്തുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരെ, നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒരു വിരൽ അനക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൃപയാണ്. അതെല്ലാം ദൈവത്തിന്റെ പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവർ ഈ സഭയ്ക്കകത്തുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം വായിച്ചത് എന്താ? പരിശുദ്ധാത്മാവിന്റെ നവീകരണം എന്നുള്ള വാക്കാണ് വായിച്ചത്. അപ്പൊ അത് പറയണമെങ്കിൽ ഇതെല്ലാം പറയണം. ഒന്ന് വായിച്ചേ, അവരുടെ വായ ഒന്ന് വായിച്ചേ ആന്റി. അവരുടെ അങ്ങനെയുള്ളവരുടെ വായ വായ, അടയ്ക്കേണ്ടതാകുന്നു. അവരുടെ അവർ വായ അടയ്ക്കേണ്ടതാ, അവരുടെ വായ അടയ്ക്കേണ്ടതാ. വായിച്ചു. അവർ ദുരാദായം വിചാരിച്ച് ഉം, അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് ഉം, കുടുംബങ്ങളെ മുഴുവനും മറിച്ചു കളയുന്നു. ആ, ക്രേത്തർ സർവദാ അസത്യവാദികളും ഉം, ദുഷ്ടജന്തുക്കളും ഉം, മടിയന്മാരായ പെരുവേറന്മാരുമത്രേ എന്ന് ആ. അവരിൽ ഒരുവൻ, ഇവിടെ അവരുടെ ഒരു അവിടെ വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കവി ഇവരെ കുറിച്ച് ക്രേത്ത എന്ന് പറഞ്ഞ സ്ഥലത്തെ കുറിച്ച്, എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, ചിലര്, അവിടുത്തെ ഒരു കവി പറഞ്ഞിരിക്കുന്ന വാക്ക് അദ്ദേഹം കോട്ട് ചെയ്ത് പറഞ്ഞിരിക്കുക പൗലോസ്. അവരെന്താണ്? അസത്യവാദികളും ദുഷ്ടചിന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരും അത്ര. അയ്യോ, മടിയന്മാരായ പെരുവയറന്മാർ, അവരൊക്കെ ഇങ്ങനെ ഇരുന്ന് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ പരിഹസിച്ചിട്ടിരിക്കുന്നവര് ആ സഭയ്ക്കകത്തുള്ളവർ. വായിക്കാം. ഈ സാക്ഷ്യം നേർ തന്നെ. ആ അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിനും. അതാണ്ട് അവിടെ കേട്ടോ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു കൂട്ടരെ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാക്കി മാറ്റാൻ തീത്തോസേ നിന്നെ കൊണ്ടേ അതിന് കഴിയും. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം അനാരോഗ്യത്തോടെ വിശ്വാസത്തിൽ ഇരിക്കുന്ന ചിലരെ ആരോഗ്യത്തോടെയും ശക്തിയോടെയും പവർഫുള്ളായി നിർത്തുവാൻ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തിന് കഴിയും. എറണാമേൻ പറഞ്ഞാട്ട് ഇങ്ങനെ ഇതിന്റെ പിറകിൽ കൂടി നടക്കും ഇങ്ങനെ വൃഥാവാചാലന്മാരും ഏഷണി പറയുന്നവരും പെരുവയറന്മാരായ മടിയന്മാരും വഴങ്ങാത്തവരുമായിട്ടുള്ളവർക്കൊക്കെ കൗൺസിലിംഗ് ക്ലാസ് കൊടുത്താൽ അവര് നേരെയാകത്തില്ല. പക്ഷെ തീത്തോസിനോട് പറയാണ്, അവരുടെ അകത്ത് വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി മാറണമെങ്കിൽ അഭിഷേകമുള്ള നീ അവിടെ പാർക്കണം. നിന്റെ വീട്ടിൽ വഴങ്ങാത്തവരുണ്ടെങ്കിൽ, നിന്റെ സഭയ്ക്കകത്ത് വഴങ്ങാത്തവരുണ്ടെങ്കിൽ, നിന്നെ കുറിച്ച് ഏഷണി പറയുന്നവരുണ്ടെങ്കിൽ, വൃഥാവാചാലന്മാരുണ്ടെങ്കിൽ,
അവര് നാശം ഉണ്ടാകാൻ വേണ്ടിയല്ല നീ പ്രാർത്ഥിക്കേണ്ടത്. അവരുടെ അകത്ത് വിശ്വാസത്തിൽ അവർ ആരോഗ്യവന്മാരായി തീരാൻ വേണ്ടി നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തിന്, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മശക്തിക്ക്, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിന് ഇത്തരം കിഴവി കഥകളെ മറിച്ചു കളയാനുള്ള, പഴങ്കഥകളെ നികത്തുവാനുള്ള ശക്തി നിന്റെ അകത്ത് ദൈവാത്മാവ് വെച്ചിട്ടുണ്ട്. ഓ റബ്ബ ശാംധര ഊഡാറബ ഖബര ഖദലറഗ ധസ്യാംധര. ഓ, കുറച്ചു നേരം അന്യഭാഷ കിട്ടിയവർ അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അൽബറ ഖത്തല റബ ശാംധര അധര ലഗശസ്യാധര. വഴങ്ങാത്ത ചില തലമുറകളെ, വഴങ്ങാത്ത ചില തലമുറകളെ, പ്രാർത്ഥനയെ എതിർക്കുന്ന ചില തലമുറകളെ, പ്രാർത്ഥനയെ കളിയാക്കുന്ന ചില തലമുറകളെ, അവരെ അടിക്കാനും പിടിക്കാനും കൗൺസിലിന് കൊണ്ടുപോകാനും അല്ല പറഞ്ഞേക്കുന്നത്. നിന്റെ അകത്തുള്ള അഭിഷേകം അവരെ മാറ്റിമറിക്കാൻ പോകുക. നിന്റെ അകത്തുള്ള അനോയിന്റിങ് അവരുടെ അകത്ത് വിശ്വാസത്തിൽ ആരോഗ്യം വരുത്താൻ പോകുക. വിശ്വാസത്തിൽ ആരോഗ്യം വരണമെങ്കിൽ എന്റെ അകത്തുള്ള വിശ്വാസത്തിന് ആ പ്രിയപ്പെട്ടവരെ ഒരു 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 പവർ വരണമെങ്കിൽ ഞാൻ ഏലിയാവിനെ മോശയെ കുറിച്ച് കേട്ടോണ്ടിരുന്നാൽ ഒക്കത്തില്ല. എന്റെ അകത്ത് ക്രൈസ്റ്റ് വെളിപ്പെടണം. എന്റെ ശരീരത്ത് ഞാൻ എന്റെ കൂടെ കോളേജിൽ പഠിച്ച അമൽ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനെ എന്റെ ടൗണിൽ വെച്ച് 2 മാസം മുമ്പ് കണ്ടു. അവൻ ഇതുപോലുള്ള, അവൻ ക്രേത്താക്കാരനായിരുന്നു തോന്നുന്നു. അവൻ ഭയങ്കര പെരുവേറനായിരുന്നു. പ്രൈസലോ. കോളേജ് പഠിക്കുന്ന സമയത്ത് കൂടുതൽ ബൈബിൾ അറിയാത്തതുകൊണ്ട് അവനെ ഞാൻ ക്രേത്താക്കാരെന്ന് വിളിക്കാൻ പറ്റിയില്ല. ഈ വേദഭാഗം വായിക്കുമ്പോൾ ഞാൻ അവനെ ഓർക്കുന്നു. അവൻ വലിയൊരു വയറനായിരുന്നു, ഭയങ്കര പെരുവയറൻ. ഞാൻ എന്റെ കോളേജിൽ ഞാൻ ഫുഡ് ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഇവൻ എന്റെ അടുത്ത്, ഇവൻ ചോറ് കൊണ്ടുവരത്തില്ല, ഇവൻ എന്റെ കൂടെ അവനിരുന്ന് കഴിക്കുന്നത്. അങ്ങനെ സുഹൃത്തായിരുന്നു ഞാനും അവൻ. ഭയങ്കര വയർ. ഈ ഇടയ്ക്ക് അവരെ ഞാൻ അടൂർ വെച്ച് കണ്ടപ്പോൾ അവൻ താണ്ട ജിമ്മനായിട്ട് നിൽക്കുന്നു. ഞാൻ പാസ്സായതുകൊണ്ട് ചെറുതായിട്ട് വയർ വരുന്നുണ്ട്. നോക്കണം. അപ്പൊ എനിക്ക് ഇവനെ മനസ്സിലായി. ഇവൻ ഓടി വന്നിട്ട് എവിടെ പോകുന്ന സന്തോഷിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്നാ പറ്റിയത്, എങ്ങനെ ഇത്? പുള്ളി എന്തോ, പുള്ളി ജിമ്മിൽ പോയി പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നു, അത് കഴിക്കുന്നു, മറ്റേ എണ്ണ പലഹാരം എല്ലാം ഒഴിവാക്കി, എന്താണ് പഴംപൊരി ഒഴിവാക്കി, ഉള്ളിവട ഒഴിവാക്കി, ഷുഗർ ഒഴിവാക്കി, പിന്നെന്തുവാ അങ്ങനെയുള്ള ഐറ്റം എല്ലാം ഒഴിവാക്കി. രാവിലെ മുട്ട പുഴുങ്ങിയത്, പിന്നെ ഏത്തയ്ക്ക പുഴുങ്ങിയത്, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റം ഫുഡേ അങ്ങ് മാറ്റിയപ്പോൾ ഇയാൾക്ക് ആരോഗ്യം ഉണ്ട്, മസിലൊക്കെ അങ്ങോട്ടുണ്ടായി. മസിലുള്ളവരെല്ലാം ആരോഗ്യന്മാരാണെന്നല്ല ഈ പറഞ്ഞതിന്റെ ആശയം. എന്നാലും ശരീരത്തിനകത്ത് എന്തോ ഉണ്ടായി. അപ്പോഴെനിക്ക് മനസ്സിലായി ഇവനുള്ള മസില് എനിക്കും ഉണ്ട്. ഞാൻ എന്തോ ഇതില്ല, പ്രാക്ടീസ് ചെയ്തില്ല. എല്ലാവർക്കും ഒരേ അണ്ണത്തില മസിൽ വെച്ചിരിക്കുന്നത് ദൈവം. ചിലരത് വികസിപ്പിക്കുന്നു, ചിലരത് ഇപ്പൊ പറഞ്ഞ പോലെ ക്രേത്തരെ പോലെ ഒരു വയറാക്കിക്കൊണ്ട് നടക്കുന്നു. അപ്പം ഇവന്റെ ഭക്ഷണ രീതിയൊക്കെ അങ്ങോട്ട് മാറാൻ തുടങ്ങി. മാറിയപ്പോഴും അവന്റെ അകത്ത് എന്തോ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഭക്ഷണ രീതികളൊക്കെ മാറണം കേട്ടോ. വിശ്വാസത്തിൽ ആരോഗ്യം വരണമെങ്കിൽ ഭക്ഷണ രീതികളൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കുക. മോശയും ഏലിയാവും ജോസഫും ഒന്നും അല്ല വേണ്ടത്. ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണത്. നമ്മുടെ അകത്ത് വേണ്ടത് ക്രൈസ്റ്റാ വേണ്ടത്. ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി മാറ്റണം നമ്മൾ ഓരോ മനുഷ്യനെ. അതൊന്നും പ്രസംഗിക്കേണ്ടതെന്നോ വായിക്കേണ്ടതെന്നോ ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ അകത്ത് വിശ്വാസത്താൽ ആരോഗ്യം വരണമെങ്കിൽ ക്രിസ്തു നമ്മളിൽ ഉരുവാകണം. ഭക്ഷണം ക്രിസ്തുവായിരിക്കണം. ഇമ്പോർട്ടന്റ് ക്രൈസ്റ്റിനായിരിക്കും കൊടുക്കേണ്ടത്. അത് ഞാൻ തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറയാം. ഇമ്പോർട്ടന്റ് ക്രൈസ്റ്റാ നമ്മുടെ സഭയ്ക്കകത്ത്. നിങ്ങൾ നോക്കിക്കോളൂ. ഗലാത്യ സഭയ്ക്കകത്ത് വിഷയം ഉണ്ടായപ്പോ ക്രൈസ്റ്റിനെയാ കൊടുത്തത്. കൊരിന്ത് സഭയിൽ വിഷയം ഉണ്ടായപ്പോ ക്രൈസ്റ്റിനെയാ കൊടുത്തത്. കൊലോസ്യ സഭയ്ക്കകത്ത് ഭക്ഷണക്രമമായി വിഷയം ഉണ്ടായപ്പോ ക്രിസ്തുവിനെയാണ് കൊടുത്തത്. എല്ലാ സഭയും എബ്രായ വിശ്വാസികൾ പഴയ യാഗ വഴിപാട് കർമ്മങ്ങളിലേക്ക് നീങ്ങിയപ്പം ശ്രേഷ്ഠ മഹാപുരോഹിതനായി യേശുവിനെയാണ് കൊടുത്തത്. അപ്പം
ക്രിസ്തുവാണ് പുതിയ നിയമ സഭയ്ക്കകത്ത് നിലനിൽക്കേണ്ടത്, അല്ലാതെ വേറൊരു പഴയ നിയമ പ്രോഫറ്റും അല്ല. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അത് ആരാ പറയുന്നത്? ഈ പൗലോസ് തന്നെ പറയുന്നുണ്ട്, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? വേണ്ടാത്തൊന്നും നമ്മൾ ഭക്ഷണം കഴിക്കരുത്. കണ്ട പാസ്റ്റർമാരെ കുറിച്ച് കുറ്റം പറയുന്ന ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന് അതെല്ലാം കേട്ടിട്ട് സ്വത്രം 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 പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നിൽക്കും. എനിക്കറിയാൻ പാടില്ല. ആ വിശ്വാസം ഇത്ര വലിയ വീട് വെച്ചു, അയ്യോ അത് ഭയങ്കര അസൂയം കൊണ്ട് കർത്താവിനെടുക്കുക, സ്വത്രം സ്വത്രം സ്വത്രം. ചിലരങ്ങനെ എല്ലായിടത്തും അസൂയയും പിണക്കവും, എല്ലാവരോടും പിണക്കമാണ്. എന്നിട്ട് ഭയങ്കര ആത്മാവ, അയ്യോ പായങ്ങിട്, ഞാനിങ്ങനെ ആത്മാവിൽ തുള്ളിക്കൊണ്ടിരിക്കുകയാണെന്ന് ചിലര് പറയുന്നു. ഇതൊക്കെ എന്താ ആത്മാവാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. വേണ്ടാത്ത ഭക്ഷണങ്ങൾ മാറ്റ്. ആത്മാവിൽ ആരോഗ്യമുള്ളവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആത്മാവിൽ ആരോഗ്യമുള്ളവരെ അതായത് ഈ ഭക്ഷണം എന്ന് പറയുമ്പോൾ വേണ്ടാത്ത പിശാച് കൊണ്ടിടുന്ന നിരാശകളെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യണം. നിനക്കുള്ളതല്ല ആ പ്രതിസന്ധി വരും. നിനക്ക് വേണ്ടതല്ല ആ ഭാരം, നിനക്ക് വേണ്ടുന്നതല്ല ആ പിശാച് കൊണ്ടിരുന്ന തന്ത്രങ്ങൾ, നിനക്ക് വരുന്നതല്ല ആ ദുരൂഹ വിഷയങ്ങൾ. അതൊന്നും കഴിക്കാൻ നിൽക്കരുത്. ക്രൈസ്റ്റിനെ വേണം. നാം ഒരേ ആത്മീയ ആഹാരം കഴിച്ചു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു എന്നാണ് പൗലോസ് പറയുന്നത് കൊരിന്ത്യർ ലേഖനത്തിൽ. അപ്പൊ അതുകൊണ്ട് വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരണമെങ്കിൽ ക്രിസ്തുവിനെ നാം, എന്നെ തിന്നുന്നവൻ മൂലം ജീവിക്കും എന്നാണ് യേശു പറയുന്നത്. വായിക്കാൻ വേണ്ടി അതിന്റെ അടുത്ത വാക്യം. യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനും അവരെ കഠിനമായി ശാസിക്കാം. ശുദ്ധിയുള്ളവർക്കെല്ലാം ശുദ്ധം തന്നെ, എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല. അവരുടെ ചിത്തവും മനസ്സും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെ ശ്രദ്ധിക്കാതിരിക്കേണ്ടത് അവരെ കഠിനമായി ശാസിക്കുക. അപ്പം വിശ്വാസത്തിൽ ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി ഈ വേണ്ടാത്ത യഹൂദ പാരമ്പര്യ കഥകളുണ്ട്, അതിലോട്ട് പോകാതെ സത്യം എന്ന് പറയുന്ന യേശുവിനെ വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പന എന്ന് പറയുന്ന മനുഷ്യരുടെ രീതികളെ, സമ്പ്രദായത്തെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യണം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവജനത്തിൽ ഇല്ലാത്ത പാരമ്പര്യവും കഥകളും കൊണ്ട് വരരുത്. ഇതെല്ലാം വിട്ടകലാനാണ് തിമോത്തിയോസിന്റെ ലേഖനത്തിലും പറയുന്നുണ്ട് പൗലോസ്. നമുക്കൊന്ന് വായിക്കാം. തിമോത്തിയോസിന്റെ ലേഖനം 1 തിമോത്തിയോസ് അതിന്റെ 5 വേണമെങ്കിൽ 3 മുതൽ വായിച്ചു. 1 തിമോത്തിയോസ് 1-ാം അധ്യായം അതിന്റെ 3 മുതൽ. ഹല്ലേലൂയ. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസസിൽ താമസിക്കണമെന്ന് തിമോത്തിയോസിനൊക്കെ പറയും, എഫെസോസിൽ നീ പാർക്കണം. അവിടുത്തെ വിശ്വാസികളെ ചില അന്ധവിശ്വാസങ്ങളെയും തർക്കങ്ങൾക്കും അതുപോലെ കെട്ടുകഥകളുടെയും പിറകെ പോവുക. വചനം വിട്ടിട്ട് ക്രിസ്തുവിനെ വിട്ടിട്ട് ഇതിന്റെ പുറകിലൊക്കെ പോവുകയാണ്. നമ്മളും ഇങ്ങനെയാണ്. ക്രൈസ്റ്റും വചനവും ഇല്ലാതെ വേറെ ഓരോന്നിന്റെ ഒക്കെ പുറകെ പോവുക. പാസ്റ്റേഴ്സ് വന്ന് ആ കഥ പറയുമ്പോൾ അതിന്റെ പുറകെ പോവുക. കെട്ടുകഥകൾ കൊണ്ട് നിറയുക. അത് പറയുന്നു, ഇത് പറയുന്നു. ഇതിനെയൊന്നും ഫോക്കസ് ചെയ്യരുതെന്നാണ് പൗലോസ് പറയുന്നത്. വായിക്കാം. നീ എഫെസസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ഇതിന്റെ 6-ാം വാക്യം വായിച്ച ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞു, ധർമ്മോപദേഷ്ടന്മാർ ആയിരിക്കാൻ ഇച്ഛിക്കുന്നു. തങ്ങൾ പറയുന്ന എഫെസോസിലെ സഭയില് പൗലോസ് തിമോത്തിയോസിനെ ചിലർ അവിടുത്തെ വിശ്വാസികള് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ നിർവ്യാജ വിശ്വാസവും സ്നേഹവും ഒക്കെ വിട്ടുമാറിയിട്ട് ഈ വൃഥാവാദം
എന്ന് പറഞ്ഞാൽ ചുമ്മാതുള്ള സംവാദത്തിലോട്ടും ആശയവിനിമയത്തിലോട്ടും ദൈവം ഒന്നാണോ, മൂന്നാണോ, നാലാണോ, അഞ്ചാണോ, പത്താണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന വാദത്തിലേക്ക്, വൃഥാവാദം എന്ന് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഇതിലേക്ക് പോയിട്ട് ധർമ്മോപദേഷ്ടാക്കന്മാരായി എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ഓഫ് ദ ലോ എന്ന് പറഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണത്തിന്റെ ടീച്ചർമാരായിരിക്കാൻ സഭയ്ക്കകത്ത് അവർക്ക് ഇഷ്ടപ്പെടും. എന്നിട്ട് പറയുന്നുണ്ട്, ന്യായപ്രമാണമോ നീതിമാനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ഭാഗ്യന്മാർ, പിതൃഗന്ധാക്കൾ, മാതൃഗന്ധാക്കൾ, കൊലപാതകർ, ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്കു പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്ക് പത്യോപദേശത്തിനും വിപരീതമായി മറ്റേതിനും അത്രയെ വെച്ചിരിക്കുന്നെന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ. അപ്പം ന്യായപ്രമാണത്തിന്റെ അകത്തേക്ക് ടീച്ചേഴ്സായി ചിലർ പോയി എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം, നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാം, മോശയ്ക്ക് ദൈവം 10 കൽപ്പനകൾ കൊടുത്തു, 600-ൽ പര ഉപകൽപ്പനകളും ഉണ്ട്. അതിൽ 3ആയി വേണമെങ്കിൽ തിരിക്കുക. മോറൽ ലോസ് ഉണ്ട്. മോശയുടെ ന്യായപ്രമാണത്തിൽ ആഭ്യന്തര നിയമങ്ങളുണ്ട്. മോറൽ ലോസ്, ധാർമ്മിക നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ സിവിൽ ലോസ് ഉണ്ട്, ആഭ്യന്തര നിയമങ്ങളുണ്ട്. 3-മത്തെ സെറിമോണിയൽ ലോസ് ഉണ്ട്, എന്ന് പറഞ്ഞാൽ ആരാധന നിയമങ്ങളുണ്ട്. 3 നിയമങ്ങളാണ് മോശയുടെ ന്യായപ്രമാണത്തിൽ മുഴുവനായി അടങ്ങിയിരിക്കുന്നത്. വേണമെങ്കിൽ എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം. 1 ആഭ്യന്തര നിയമമാണ്, 2 മോറൽ ലോസ് ആണ്, ധാർമ്മിക നിയമങ്ങൾ, 3 എന്താണ് സെറിമോണിയൽ ലോസ്, ആരാധന നിയമങ്ങൾ. അതില് മോറൽ ലോസ് ഇന്നും നമുക്ക് ബാധകമാണ്. അതായത് അപ്പനും അമ്മയും ബഹുമാനിക്കുക, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, ഇന്നൊക്കെയുള്ള അത് ഇന്ന് ബാധകം. എന്നാൽ ന്യായപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന സിവിൽ ലോസ്, ആഭ്യന്തര നിയമവും സെറിമോണിയൽ ലോസും നമുക്ക് പുതിയ നിയമസഭയ്ക്ക് അത് ബാധകമല്ല. പറയാം, സിവിൽ ലോസിനകത്ത്, ആഭ്യന്തര നിയമത്തിനകത്ത് പറഞ്ഞാൽ ഇച്ചിരി കട്ടി കൂടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലും ഇത് പറഞ്ഞാലേ നമ്മൾ ഈ പറഞ്ഞ ആദ്യം എടുത്ത വാക്യത്തിൽ പരിശുദ്ധാത്മാവിൻ നവീകരണം എന്നുള്ള വാക്യത്തിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കണം. സിവിൽ ലോസിന്റെ അകത്ത്, ആഭ്യന്തര നിയമത്തിനകത്ത് പറയുന്നത് കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലുവെന്ന. എന്ന് പറഞ്ഞാൽ, ഇപ്പം മിനി ആന്റിയുടെ പല്ല് ആരെങ്കിലും അടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞാൽ മിനി ആന്റിക്ക് അയാളുടെ പല്ല് അടിച്ചു പൊട്ടിക്കാം. കണ്ണു കുത്തി പൊട്ടിച്ചു കഴിഞ്ഞാൽ പ്രതികാരത്തിന് പ്രതികാരം ചെയ്യാൻ പറഞ്ഞതിന്റെ ആശയം അതാണ് സിവിൽ ലോസ്. എന്നാൽ യേശു എന്ന് പറയാണ്, നിന്റെ ഒരു കരണത്തടിച്ചു കഴിഞ്ഞാൽ മറു കരണം കാണിച്ചു കൊടുക്കും. കണ്ടോ, ആഭ്യന്തര നിയമം മാറിയതേ ഉണ്ടോ? തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, നന്മയാൽ തിന്മയെ ജയിക്കുക. കണ്ടോ, ഇതാണ് യേശുവിന്റെ സിവിൽ ലോസ്. അത് നമുക്ക് ബാധകമല്ല മറ്റേ ലോ. സെറിമോണിയൽ ലോസ്, ആരാധന നിയമങ്ങളുണ്ട്. എന്തൊക്കെ നിയമങ്ങള്? ഇത്ര യാഗം അർപ്പിക്കണം, ഇന്ന അങ്ങനെ ആയിരുന്നെങ്കിൽ ആരാധന നിയമങ്ങൾ നമ്മൾ ഇന്നും പാലിച്ചായിരുന്നെങ്കിൽ നമ്മളെല്ലാം ഇന്ന് ജെറുസലേമിൽ പോയേനെ. യഹൂദന്റെ ആരാധന നിയമങ്ങൾ. പുതിയ നിയമസഭയ്ക്കകത്ത് യഹൂദന്റെ ആരാധന നിയമങ്ങളെ അല്ല. മനസ്സ് പുതുക്കി ശരീരത്തെ ജീവനും ഭക്തിയും ദൈവത്തിന് വിശുദ്ധ യാഗമായി സമർപ്പിക്കുന്ന ശരീരത്തെ മുഴുവൻ. വേർത്ത് പറഞ്ഞിട്ടുണ്ട്, ദൈവം ആത്മാവാന്നു, ദൈവത്തെ ആത്മാവിന് സത്യത്തിൽ ആരാധന. അപ്പൊ പുതിയ നിയമസഭയുടെ സെറിമോണിയിൽ ആരാധന നിയമങ്ങൾ വേറെയാണ്. എന്നാൽ ഈ സഭയ്ക്കകത്ത് ഇങ്ങനെയുള്ള നിയമങ്ങൾ വീണ്ടും കൊണ്ടുവന്നിട്ടു. അത്തരം ന്യായപ്രമാണ നിയമങ്ങളെ, മാനുഷ്യ നിയമങ്ങളെ എതിർക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നത്. ചേർന്ന് ഹാലേലൂയ പറഞ്ഞാൽ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇത്തിരി കട്ടിയായി പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലും ശ്രദ്ധിച്ചു. അപ്പൊ യേശു ഇത്തരം നിയമങ്ങളെ വളരെയധികം എതിർത്തു. അതായത് യേശുവിനെ പറയുന്നുണ്ട്, നിങ്ങൾ മനുഷ്യരുടെ സമ്പ്രദായം അനുസരിച്ച് ദൈവവചനത്തെ ദുർബലമാക്കി കളയുന്നു. അക്കോർഡിംഗ് ടു യുവർ ട്രഡീഷൻ, പാരമ്പര്യം അനുസരിച്ചെന്നാ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും ഫുഡിനിരുന്നു. അപ്പൊ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചപ്പോൾ
ഈ പരീക്ഷന്മാരും ശാസ്ത്രിമാരൊക്കെ പറയും നിന്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഫുഡിനിരിക്കുന്നു. അതിങ്ങനെ പറഞ്ഞ പൂർവികന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് നിങ്ങളുടെ ശിഷ്യന്മാർ കൈ കഴുകുന്നില്ല. അപ്പം പൂർവികന്മാരുടെ സമ്പ്രദായം 32 പ്രാവശ്യം കൈ എങ്ങനെയൊക്കെ കഴുകണമെന്ന് അവരുടെ ഒരു ഗ്രന്ഥത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു മിഷേൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിന്റെ അകത്താ 32 തവണ എങ്ങനെ കൈ കഴുകണമെന്ന്. ഇതും ദൈവികമല്ല, മനുഷ്യരുടെ കൽപ്പനകളാണ്. അങ്ങനെ ചില മാനുഷ്യ കൽപ്പനകൾ ഈ പുതിയ നിയമസഭയ്ക്കകത്തും കടന്നുകൂടിയിട്ടുണ്ട്. നമ്മൾ ഉൾപ്പെടുന്ന സഭകൾക്കകത്ത് മാനുഷ്യമായ ചില നിയമങ്ങൾ കടന്നുകൂടി. അത് ദൈവികമല്ല ചില കാര്യങ്ങൾ, അത് ഞാനിപ്പോ പറയുന്നില്ല. അങ്ങനുള്ളതിനെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുക? എതിർക്കുക. അവിടെയാണ് തീത്തോസിനോട് പറയുന്നത്, മകനെ തീത്തോസേ, ഇത് കൃപയാൽ ലഭിച്ചിരിക്കുന്ന നിത്യജീവനാകുകൊണ്ട് സഭയ്ക്കകത്ത് വ്യക്തി ജീവിതങ്ങളിൽ ഒരു ക്രമീകരണം ഉണ്ടാകണമെങ്കിൽ അത് മാനുഷികമായ കൽപ്പനകൾ കൊണ്ടോ മാനുഷികമായ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടോ മാനുഷികമായുള്ള പാരമ്പര്യങ്ങൾ കൊണ്ടോ കഴിയില്ല. ഒരുവന്റെ ജീവിതത്തിനകത്ത് നവീകരണം വെളിപ്പെടണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. ആ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. തീത്തോസ് 3-ാം അധ്യായം അതിന്റെ 5-ാമത് വചനം. യെസ്, വായിച്ചേ ആന്റി. അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തന്റെ കർണപ്രകാരം അത്രേ രക്ഷിച്ചത്. നമ്മളെ സ്വീകരിച്ചത് നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, നമ്മുടെ പ്രവർത്തികളാലല്ല ദൈവം നമ്മളെ സ്വീകരിച്ചിരിക്കുന്നത്. യെസ്, വായിച്ചേ ആന്റി. തന്റെ കർണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവന്റെ കരുണ അവന്റെ കൃപയ്ക്കൊത്തവണമാണ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. എല്ലാരും പറഞ്ഞാട്ടെ, ധാരാളമായി പകരുന്ന പരിശുദ്ധാത്മാവ്. എല്ലാരും പറഞ്ഞു, എല്ലാവരും ദാഹിച്ച് ധാരാളമായി പകരുന്ന പരിശുദ്ധാത്മാവ്. പറഞ്ഞേ എല്ലാരും, ഇതിനകത്തിരിക്കുന്ന ഒട്ടും എല്ലാവരും ഒന്ന് പറഞ്ഞു, ധാരാളമായി പകരുന്ന പരിശുദ്ധാത്മാവ്, ധാരാളമായി പകരുന്ന പരിശുദ്ധാത്മാവ്. തീത്തോസിന് അവിടെ നിൽക്കാൻ ധൈര്യം കൊടുക്കുന്നത്, തീത്തോസ് നീ അവിടെ നിൽക്കണമെന്ന് പൗലോസ് അവനെ അവിടെ നിർത്തുന്നത്, ആ മടിയന്മാരുള്ള ആ വൃഥാവാചാലന്മാരുള്ള ആ ഇടത്ത് നീ നിലനിൽക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കും. ധാരാളമായി പകരുന്ന പരിശുദ്ധാത്മാവ് കൊണ്ടാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ ആർക്കും തടയാൻ കഴിയത്തില്ല. നിന്റെ മേൽ ഒഴുകുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ ഒരു ശക്തികൾക്കും തടയാൻ കഴിയില്ല. നിന്റെ ജോലി കളയാൻ ഒരു പക്ഷെ അവർക്ക് കഴിയാം, നിന്റെ ബിസിനസ് പൂട്ടാൻ ഒരു പക്ഷെ ചിലർക്ക് കഴിഞ്ഞെന്ന് വരാം, നിന്റെ മിനിസ്ട്രിയെ ചിലപ്പോ ഒന്ന് സ്പീഡ് കുറയ്ക്കാൻ ചില വ്യക്തികൾക്ക് കഴിഞ്ഞെന്ന് വരാം, സ്റ്റേജ് കുറയ്ക്കാൻ കഴിഞ്ഞെന്ന് വരാം, അല്ലേ? പക്ഷേ അവരാരും, അവരുടെ കൈക്ക് ബലമില്ല. നിന്റെ മേൽ ഒഴുകുന്ന പരിശുദ്ധാത്മാവെന്ന ആ ധാരാളമായി ഒഴുകി വരുന്ന ആത്മനദിയെ തടയാൻ ഒരു വ്യക്തിക്ക് സാധ്യമല്ല. നിന്റെ ജോലി മേഖലയിൽ നിനക്കെതിരെ പ്ലാൻ ചെയ്യാൻ ചിലർ ഒരുപക്ഷെ നിൽക്കുന്നുണ്ടായിരിക്കും. നിന്റെ ജോലി കളയിക്കാൻ ചില കൂട്ടർ ഒരുപക്ഷെ അതിനകത്ത് നിൽപ്പുണ്ടായിരിക്കും. ചിലപ്പോൾ നിന്റെ ജോലി പോയെന്നും വരും. പക്ഷേ അവർക്ക് എടുത്തു മാറ്റാൻ കഴിയാത്ത
അവർക്കെടുത്തു മാറ്റാൻ കഴിയാത്ത, അവർക്ക് തടസ്സം നിൽക്കാൻ കഴിയാത്തൊരു മേഖല നിന്റെ മേൽ ഓപ്പൺ ആയിട്ടുണ്ട്. അത് ആത്മപകർച്ച എന്ന മേഖലയാണ്. നിങ്ങൾക്കറിയാമോ, യാക്കോബ് യോസഫിനെ നോക്കി പ്രവചിക്കുന്ന ഒരു പ്രവചനമുണ്ട്. അതെടുത്തോളം നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 49 അധ്യായം അതിൽ 22 വചനം ഒന്ന് വായിച്ചു. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, ആ നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ, ആ അതിന്റെ കൊമ്പുകൾ മതിൽമേൽ പടരുന്നു. ശ്രദ്ധിച്ച, ഇവിടെ യാക്കോബ് പലരെയും പ്രവചിക്കുക, മക്കളോട് പ്രവചിക്കുക. അപ്പനും അമ്മമാരും മക്കളോട് തമാശ അടിക്കരുത്. തമാശ അടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എപ്പോഴും തമാശ അടിച്ചാൽ മാത്രം പോരാ. തമാശ അടിക്കരുതല്ല, തമാശ അടിച്ചാൽ മാത്രം പോരാ, ഫ്രണ്ട്ലി ആയാൽ മാത്രം പോരാ, പ്രവചിക്കുകയും കൂടെ വേണം. അപ്പനും അമ്മയും മക്കളുടെ തല പിടിച്ചെന്തോ ഇവനൊരു കാലത്ത് ശരിയാകില്ല എന്ന് ഞാൻ രണ്ടാമതും മൂന്നാമതും പറയുന്നത് പറയാതെ, മകരെ നിന്റെ പോക്ക് ഇപ്പൊ ശരിയായില്ലെങ്കിലും നീ ഒരു ശുശ്രൂഷകനാകും, നിന്റെ മേൽ വെല്ലുവിളി, അതൊക്കെ അവിടെ പ്രവചിക്കണം അങ്ങോട്ട്. നോക്കിയേ, യാക്കോബ് അതിന്റെ അവസാന സമയത്ത് യാക്കോബ് എന്തോ ചെയ്യുക, പ്രവചിക്കുകയാണ്. പ്രവചിച്ച് ജോസഫിനടുക്ക പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നീ ഫലപ്രദമായൊരു വൃക്ഷമാണ്, നിന്നിൽ ഒത്തിരി ഫ്രൂട്ട്ഫുൾ ഉണ്ട്, നീ ഫ്രൂട്ട്ഫുൾ ആകാൻ, നീ വലിയ ബലം അങ്ങോട്ട് കായ്ക്കുന്ന ഒരുത്തനാണ്. അത് അവൻ കായ്ച്ചു തുടങ്ങിയില്ല, അവനോട് പ്രവചിക്കുക. നിന്റെ സ്ഥലം നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷമാണ് നീ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നിന്റെ മുമ്പിൽ ഒരു മതിലുണ്ട്. ഇയാൾക്ക് ഫ്രൂട്ട്ഫുൾ ഒക്കെ ഉണ്ട്, ഇയാൾ ഫ്രൂട്ട്ഫുൾ ആകാൻ പോകുന്നവനാ. ഇയാള് മറ്റ് സഹോദരന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ദൈവം കണ്ടവനാ. അദ്ദേഹത്തിന്റെ മേൽ വലിയൊരു പകർച്ചയുണ്ട്. പക്ഷെ ഇയാളുടെ മുമ്പിൽ ഒരു മതിൽ നിൽക്കുക. ജോസഫ് ഒരു കാര്യം തീരുമാനിച്ചു, അവിടെ മതിലുണ്ടോ എന്ന ഉപവാസ പ്രാർത്ഥന വെക്കാൻ പോവുക. ഈ മതിൽ പൊട്ടാൻ വേണ്ടിയുള്ള, ഈ മതിലൊന്ന് ഇടിയാൻ വേണ്ടിയുള്ള ആദ്യം പ്രയർ ജോസഫ് അങ്ങനെ വെച്ചോ? അങ്ങനെ വെച്ചില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവദാസന്മാരെ വിളിച്ചോ, അത്രേ ഇവിടെ ഒരു മതിലുണ്ട്, ആ മതിലൊന്ന് പൊട്ടാൻ വേണ്ടി ഒന്ന് കൽപ്പിച്ചാട്ടെ, ഞാൻ ഇവിടെ ഒന്ന് ഉറങ്ങാം. ഇന്ന് രാത്രി മൊത്തം ചിലരിങ്ങനെ പ്രാർത്ഥിക്കാൻ നേരത്തെ ഇങ്ങനെ പറയാറുണ്ട്, പക്ഷേ വെച്ചങ്ങ് പ്രാർത്ഥിക്കണേന്ന്. എന്താ വെച്ച് പ്രാർത്ഥിക്കാൻ? ഇവിടെ എന്റെ കാര്യം പ്രാർത്ഥിക്കാൻ നേരമില്ല. അന്നേരം ഞാൻ അവരോട് പറയും, സിസ്റ്ററെ അല്ലെങ്കിൽ ബ്രദറെ, ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്നുള്ളൂ, പിന്നെ പ്രാർത്ഥിക്കാന്ന് പറയുന്ന കള്ളമില്ലേ? ചിലരങ്ങനെ പറയാറുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചോളാം. ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവരെ ഓർത്തോണ്ടിരിക്കാനാണോ നമ്മുടെ നേരം? നമ്മളിപ്പോ പുതിയതായിട്ട് വിളിക്കുന്ന ഒരാളെ നമ്മൾ എങ്ങനെ ഓർക്കാനാണ്? അപ്പൊ നമ്മൾ വ്യാജം പറയരുത്. പ്രാർത്ഥിച്ചോളാം സിസ്റ്റർ, പ്രാർത്ഥിക്കാന്ന് പറയരുത്. പ്രാർത്ഥിക്കാന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ പ്രാർത്ഥിച്ചോണം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ ഇവര് പറയുന്നത് വെച്ചങ്ങ് പ്രാർത്ഥിക്കാൻ, ഇയാളുടെ മതിലിടിയാൻ വേണ്ടി. ജോസഫ് അങ്ങനെ ആരെയും വിളിച്ചില്ല, ഒരു പാസ്റ്റർമാരെയും വിളിച്ചില്ല, ഒരു ഫാസ്റ്റിംഗ് പ്രയർ നടത്തിയില്ല. ഏതാ ഫാസ്റ്റിംഗ് പ്രയർ ഇപ്പൊ നടത്തുന്നതിന് അതല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊന്നും ചെയ്തില്ല, മതിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. മതില് പറയുന്നൊരു വാക്കുണ്ട്, നീ വലിയ പ്രവചനമൊക്കെ കേട്ടതല്ലേ, പല ദേവദാസന്മാരുടെ വായിന്ന് പ്രവചനം കേട്ടതല്ലേ, സ്വപ്നം കണ്ടതല്ലേ, നിന്നെ ഞാൻ വളർത്തത്തില്ലെന്ന് പറഞ്ഞാണ് മതില് നിൽക്കുന്നത്. താഴോട്ട് വരുമ്പോ ഈ സഹോദരന്മാർക്കൊന്നും ഒരു മതിലും ഇല്ല. അവർക്കൊക്കെ നല്ല അടിപൊളി കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ചിലതൊക്കെ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രവചനം പറഞ്ഞിട്ടുണ്ട്. ചിലരോടൊക്കെ പറഞ്ഞിരിക്കുന്ന വളരെ ശക്തമായ കാര്യങ്ങളാണ് പ്രവൃത്തി പറഞ്ഞേക്കുന്നത്. ഈ പുള്ളി മാത്രം മതിലാ. ഈ മതിലിടിയാൻ വേണ്ടി ജോസഫ് ഫാസ്റ്റിംഗ് പ്രയർ നടത്തിയില്ല. പ്രവചനം കിടക്കുന്ന മതിൽ ഇടിക്കത്തില്ല നീ, പക്ഷെ മതിലിൽ മേൽ നീ പടരും. അതാ ആ സാഹചര്യങ്ങൾ ഒരുപക്ഷെ നിൽക്കുമ്പോൾ തന്നെ ആയിരിക്കും നിന്റെ അകത്തുള്ള പടർച്ച, നിന്റെ അകത്തുള്ള പകർച്ച നടക്കുന്നത്. തടസ്സമായ മേഖല നിൽക്കുമ്പോൾ തന്നെ അതിനെ ക്രോസ് ഓവർ ചെയ്താണ് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി പടരുന്നത്.
അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയാം, മതിൽ ഇടിയാൻ വേണ്ടി ആരും പ്രാർത്ഥിക്കണ്ട. നിങ്ങൾ മതിലിനോട് പറയാം, മതിൽ നീ അവിടെ തന്നെ നിന്നോടെ, ആ പ്രശ്നം നീ അവിടെ നിൽക്കടാ, നീ ഇപ്പൊ പോകണ്ട, ഇത്ര നാൾ എന്നെ ഒന്ന് വട്ടം കറക്കിച്ചില്ലേ, ഇനി എന്റെ ഉയർച്ച കണ്ടിട്ട് പോയാൽ മതി, അവിടെ ഇന്നാ മതിയോ, അവിടെ നിൽക്ക്. മതിലൊരു പക്ഷെ പോകാൻ ചാൻസ് ഉണ്ടോ? മതിലിനെ അവിടെ പിടിച്ചു നിർത്തണം, അവിടെ നിൽക്കാൻ പറയണം, അവിടെ നിൽക്കും. എന്നിട്ട് എന്താ ചെയ്തേ? ഈ ജോസഫിന്റെ വൃക്ഷം എന്ത് ചെയ്തു? മതിലിന്മേൽ അങ്ങോട്ട് പടർന്നു. ഇപ്പൊ മതില് കാണുന്നില്ല. നിന്റെ വളർച്ചയെ തടയാൻ വന്ന സാഹചര്യം കാണാത്ത രീതിയിലായിരിക്കും നിന്റെ ഉയർച്ച. നിന്റെ വളർച്ചയെ തടയാൻ വന്ന മേഖലകൾ അതിനെ കവർ ചെയ്തായിരിക്കും നിന്റെ അകത്തുള്ള അഭിഷേകമൊക്കെ ഒഴുകാൻ തുടങ്ങും. അപ്പൊ എന്റെ ഒരു ചിന്ത, ഈ മതിലുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള വൃക്ഷങ്ങളെ പോലെ ഈ മരത്തിന് അല്ലെങ്കിൽ ഈ വൃക്ഷത്തിന് വേരോടാൻ പറ്റത്തില്ല. നീരുറവയുടെ അരികിലാണ് നിൽക്കുന്നത്. പക്ഷെ ഈ മതിലൊരു തടസ്സമാണ്, അല്ലേ? ഇത് അതിന്റെ കരിങ്കൽ കൂട്ടങ്ങളൊക്കെ ഇതിങ്ങനെ ചിരിക്കുക, ഇവന്റെ വേര്, ഇവന്റെ റൂട്ട് കട്ട് ചെയ്യും, ഇവന്റെ റൂട്ട് ഇനി ഒരു സോഴ്സും വലിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ ഭൂമിയിൽ നിന്നും വെള്ളമോ വളമോ ഇനി ഇവന്റെ മരത്തിൽ വരരുത്. ആ ഒരു സോഴ്സും ഇനി ഇവൻ പിടിച്ചെടുക്കരുത്. ഒരു സോഴ്സും ഇവൻ കയറി ബ്ലെസ്സിങ്ങുകൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കരുത് എന്ന് പറഞ്ഞ ഇന്നോണ്ട് ഈ മതിൽ നിൽക്കുന്ന ഈ കരിങ്കൽ കൂട്ടങ്ങൾ. ഈ ഭൂമിയിൽ നിന്നുള്ള വെള്ളത്തെ വളത്തെ ഒക്കെയാണ് ഈ കല്ലുകൾ തടയുന്നത്. പക്ഷെ ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം, ഈ ഭൂമിയിലെ വെള്ളവും വളവും തടയാൻ മതിലിന്റെ അടിത്തറയ്ക്ക് കഴിയും. പക്ഷെ സൂര്യപ്രകാശത്തെ തടയാൻ മതിലിന്റെ അടിത്തറകൾക്ക് കഴിയില്ല. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് പിടികിട്ടി? ചില ബന്ധങ്ങൾ തടയാനും ചില ജോലി പോക്കാനും ഒക്കെ ചില ബിസിനസ് തകർക്കാനും ഒക്കെ ചില മനുഷ്യരെ കൊണ്ട് ഒക്കുമായിരിക്കും. പക്ഷെ ഉയരത്തിൽ നിന്ന് വരുന്ന ആത്മശക്തിക്ക്, ഉയരത്തിൽ നിന്ന് വരുന്ന ആത്മസാന്നിധ്യത്തിന്, ധാരാളമായി പകരപ്പെടുന്ന അഭിഷേക ശക്തിക്ക്, ദൈവ സാന്നിധ്യത്തിന് നിങ്ങളെ തടയാൻ, നിങ്ങളെ ഒതുക്കാൻ സാധ്യത. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞ വാക്ക് കേട്ടോ, ധാരാളമായി പകർന്ന അഭിഷേകം. പുതു നിയമത്തിന്റെ അകത്ത് ആത്മപകർച്ച വെളിപ്പെടുന്നത് ധാരാളമായാണ്, കുറേശ്ശെ അല്ല. യേശു തന്നെ പറയുന്നുണ്ട്, ദാഹിക്കുന്നവർ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, അവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. Praise the Lord. Hallelujah. ആത്മാവിനെ കുറിച്ച് പുതിയ നിയമത്തിന്റെ അകത്ത് അളവില്ലാതെയാണ് പകരപ്പെടുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ നൽകുന്നത്. വായിക്കാം യോഹന്നാന്റെ സുവിശേഷം അതിന്റെ ആ വാക്യം കണ്ടവരൊന്ന് വായിക്കണേ. യോഹന്നാൻ 3:34. അതിന് മുമ്പ് 1:33 വായിച്ചു. അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. ആത്മാവിനെ അളവ് കൂടാതെയാണ് നൽകുന്നത്. പുതിയ നിയമത്തിന്റെ അകത്ത് ഒരു വ്യക്തിയിൽ നിന്നെടുത്ത് മറ്റൊരു വ്യക്തിയിലേക്കല്ല ആത്മപകർച്ച നടക്കുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കും, അപ്പൊ ഈ ദൈവദാസന്മാരൊക്കെ കൈവപ്പിന് വേണ്ടി ഓടുന്നത് എന്താ? അത് ഞാൻ പറഞ്ഞുതരാം. അത് ഇമ്പാർട്ടേഷൻ ആണ്. അത്
നമ്മുടെ അകത്തുള്ള കൃപാവരങ്ങൾ ജ്വലിക്കാൻ വേണ്ടി ദൈവം നിയോഗിക്കുന്ന ചില ടൈമുകളാണ് അത്. അതുകൊണ്ടാണ് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരത്തെ നീ ജ്വലിപ്പിക്കണം. ചില ദൈവദാസന്മാർ കൈവെക്കുമ്പോൾ ആത്മപകർച്ചകൾ, അഭിഷേക പകർച്ചകൾ ഉണ്ടാകും. എന്റെ ശുശ്രൂഷയിൽ അതുണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനല്ല അതിന്റെ സോഴ്സ് കർത്താവാണ്. കർത്താവിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ലഭിക്കുക. പുതുനിയമസഭയ്ക്കകത്ത് അളവില്ലാതെയാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. ഇനി ഞാൻ പറയാൻ നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു മേഖല നിങ്ങൾക്ക് ഉണ്ടാകും. അത് ശതമാനം എനിക്ക് ഉറപ്പാണ്. പക്ഷെ എനിക്കിത് പറയാതിരിക്കാൻ കഴിയില്ല. കർത്താവ് ഈ ദിവസങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തന്നെയാണ്. എലീശ ഏലിയാവിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് നൽകണം, അല്ലേ? നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പം എലീശ ചോദിക്കുകയാണ് ഏലിയാവിന്റെ കയ്യിൽ നിന്ന് ആത്മാവിന്റെ ഇരട്ടിപ്പങ്കിന് എനിക്ക് വേണം. ഡബിൾ പോർഷൻ ഓഫ് യുവർ അനോയിന്റിങ്, ഓഫ് യുവർ സ്പിരിറ്റ്. അനോയിന്റിങ് അല്ല, ഇരട്ടിപ്പങ്ക് അഭിഷേകം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഇരട്ടിപ്പങ്ക് ആത്മാവെന്നാ പറഞ്ഞത്. ഇപ്പൊ എന്താണ് ഇതിന്റെ കാര്യം? ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. എന്താണ് ഇരട്ടിപ്പങ്ക്? ഡബിൾ പോർഷൻ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകത്തിന്റെ അകത്ത് ഒന്നെടുത്തോളൂ. സംഖ്യാപുസ്തകം യഹൂദന്റെ കൾച്ചർ അനുസരിച്ച് ആർക്കാണ് ഇരട്ടിപ്പങ്ക് ലഭിക്കുന്നത്? നമുക്കതൊന്ന് വായിക്കാം. പറയാം. സംഖ്യാപുസ്തകം സംഖ്യയല്ല, ആവർത്തന പുസ്തകം 21:17 വചനം വായിച്ചു. ആവർത്തനം 21:17. തനിക്കുള്ള സകലത്തിലും 2 പങ്ക് അനിഷ്ടയുടെ മകന് കൊടുത്ത് അവനെ ആദ്യജാതനെന്ന് സ്വീകരിക്കണം. കണ്ടോ? ആദ്യജാതനായി സ്വീകരിക്കുന്നവർക്ക് വേണ്ടി, അതാണ് ഫസ്റ്റ് ബോൺ ചൈൽഡിനായി സ്വീകരിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്നതാണ് ഇരട്ടി പങ്ക്. ഡബിൾ പോർഷൻ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഇരട്ടി പങ്ക് ആദ്യജാതന് കൊടുക്കുന്നതാണ്. അപ്പം ആദ്യജാതന് കിട്ടുന്ന അനുഭവമാണ് ഇരട്ടിപ്പങ്ക്. ഇത്ര ഞാൻ പറഞ്ഞ ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ആദ്യജാതൻ. അപ്പൊ എലീശ ഏലിയാവിന്റെ അടുക്ക പറയാണ്, എനിക്ക് ആ ഇരട്ടിപ്പങ്ക് വേണം, ആദ്യജാതന്റെ പങ്ക് വേണോ? നീ പറഞ്ഞതിന്റെ ആശയം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആദ്യജാതന്റെ പങ്ക് എനിക്ക് വേണം, ഇരട്ടിപ്പങ്ക്. എന്ന് പറഞ്ഞാൽ 3 മക്കളുണ്ടെങ്കിൽ 20 സെന്റ് ഉണ്ട് ഒരാൾക്ക് ഭൂമി. അതിനകത്ത് 5-5 സെന്റ് വീതം ഓരോ വ്യക്തിക്കും മൂത്തവര് 15 സെന്റ് കൊടുക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? 15 സെന്റ് ഒരാൾക്കും 5-5 വീതം മറ്റു. എന്ന് പറഞ്ഞാൽ ഇരട്ടിപ്പങ്ക് ഇവന് കൊടുക്കും, ആദ്യജാതൻ. ഇത് യഹൂദന്റെ സംസ്കാരമാണ്, ആദ്യജാതന് ഇത് കൊടുക്കാവുന്നത്. അത് തന്നെയാണ് എലീശ ചോദിച്ചത്. ഫസ്റ്റ് ബോണിന്റെ, അതായത് ആദ്യത്തെ പൈതലിന്റെ ഈ പോർഷൻ, ഡബിൾ പോർഷൻ എനിക്ക് വേണം. പോർഷൻ ചോദിച്ച എലീശ ചെയ്തത്, ഏലിയാവ് ചെയ്ത അത്ഭുതം 9 or 8 ആണ്. ചില ദിവാസന്മാർ പറയുന്നത് 9 എന്നാണ്. ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ ഒരു ദിവസം എന്നെ ഇങ്ങനെ തിരുത്തി 9 ആയിരിക്കാം. അപ്പൊ 9ന്റെ ഡബിൾ എത്ര? കണക്കറിയാനൊരു പറഞ്ഞേ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കില്ല. 18. 9ന്റെ, നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? 9ന്റെ ഡബിൾ എത്ര? 18 ആണ്. പണ്ടേ ഞാൻ മാത്സി വീക്കാണ്.
അതുകൊണ്ട് ഇപ്പൊ ചോദിക്കുക 9 ഡബിൾ 18. അപ്പൊ ഡബിൾ പോർഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏലിയാവ് ചെയ്തതിന്റെ ഡബിൾ ചെയ്യണം. 18 ചെയ്യണ്ടേ? ആ ഏലിയാവ് 17, എലീശ 17 ചെയ്തിട്ട് മരിച്ചു. അപ്പൊ ഒരു ചോദ്യം ചോദിക്കും, അയ്യോ അപ്പൊ പിന്നെ ഇതെങ്ങനെ ഇതിപ്പോ ഡബിൾ പോർഷന്റെ അനോയിന്റിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തില്ലല്ലോ. എലീശയുടെ ശവകുടീരത്തിന്റെ മരിച്ചവൻ ഒരുത്തനെ കൊണ്ട് ഇട്ടപ്പം ഒരുത്തൻ ചാടി എന്ന് എഴുന്നേറ്റ്. 18ാമത്തെ അത്ഭുതം മരിച്ചു കഴിഞ്ഞാണ് നടന്നത്. നമ്മളെയൊക്കെ ഡെഡ് ബോഡി തൊടുന്നവർ ജീവിക്കണം. മരിച്ചു കഴിഞ്ഞാലും അത്ഭുതം ചെയ്ത ഒറ്റ വ്യക്തിയേ ഉള്ളൂ, അത് യേശു ഉണ്ട്. അപ്പോൾ തന്നെ പ്രവാചകന്മാരിൽ എലീശയാണ്. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ആൾക്കാർ പറയും, അവനെ കൊണ്ടങ്ങ് അടക്കിയേക്കും, ജീവിച്ചിരുന്നപ്പോഴേ വിഷയമായിരുന്നു, ഇനി എഴുന്നേറ്റ് വരണ്ടെന്ന് കരുതി. പണ്ടൊരു അപ്പച്ചൻ ഇടയ്ക്കിടയ്ക്ക് മരിക്കുമായിരുന്നു. ഇങ്ങനെ മരിക്കും, പിന്നെ എടുത്തോണ്ട് പോകുന്ന സമയത്ത് മതിലിന്റെ അവിടെ തട്ടിയപ്പോ ഈ അപ്പച്ചൻ അങ്ങ് ചാടി അങ്ങ് എഴുന്നേറ്റ്. അമ്മച്ചി കൂടെ ഉണ്ട്. അമ്മച്ചിക്ക് വളരെ സന്തോഷം, അയ്യോ അപ്പച്ചൻ മരിച്ചില്ലല്ലോ. പിന്നെ രണ്ടാമതും മരിച്ചു. പിന്നെയും അങ്ങോട്ട് എടുത്തു പോകുന്ന വാതിക്ക വെച്ച് മതിലിന്റെ അവിടെ ഒന്നുകൂടെ തട്ടി. വീണ്ടും അപ്പച്ചൻ അങ്ങ് ചാടി അങ്ങ് എഴുന്നേറ്റ്. മൂന്നാമതും മരിച്ചു. മനുഷ്യന് ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. മൂന്നാമതും പുള്ളി മരിച്ചു. ശവപ്പെട്ടി കൊണ്ടുവന്ന സമയത്ത് ഈ അമ്മച്ചി ഉറക്കെ വിളിച്ച് പറയാണ്, അയ്യോ മതിലിൽ തട്ടരുതേ, മതിലിൽ തട്ടാതെ കൊണ്ടുപോവാൻ. മതിലിൽ തട്ടണ്ട. അമ്മച്ചി ഉറക്കെ വിളിച്ച് പറയാ. അപ്പം ഇവിടെ ഇപ്പം നോക്കുക, മരിച്ചു കഴിഞ്ഞിട്ട് അത്ഭുതം നടത്തുക. അസ്ഥിക്കകത്ത് എന്തോ നടക്കുക? അഭിഷേകം. നമ്മളിത് തമാശയായിട്ട് പറയാം, എന്റെ അകത്ത് ഒരു കത്തിൽ കത്തും. അസ്ഥിക്കകത്ത് വരെ എന്തോ ഉണ്ട്? ഓ, നമ്മളിടുന്ന വസ്ത്രത്തിനകത്ത് നാം പ്രാപിച്ച അഭിഷേകത്തിന്റെ ഇതുണ്ടായിരിക്കും. നമ്മളൊക്കെ തൊടുന്ന നമ്മളുടെ വസ്ത്രം ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നടക്കും. നോക്കിയേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ 18 പുള്ളി ചെയ്തു. ഇരട്ടി ചോദിച്ചവൻ ഇരട്ടി ചെയ്തു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് രാത്രിയിൽ ഇരട്ടി പങ്കിന്റെ അഭിഷേകം വേണ്ടവരെല്ലാം കര ഉയർത്തിപ്പിടിക്കും. നിങ്ങൾക്കാർക്കും കിട്ടത്തില്ല. ഞാൻ ചിലരെ കണ്ടു, ഇങ്ങനെ കൈ അല്ലേ ഇല്ലാന്ന് പറഞ്ഞ അങ്ങനെ കൈ ഉയർത്തി. പിന്നെ അതെന്താ കാരണം? യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിനേക്കാൾ അധികം, ഞാൻ ചെയ്തതിന്റെ ഇരട്ടി ചെയ്യുമെന്നല്ല പറഞ്ഞു. അങ്ങനെ അത് ഇരട്ടിയെ പങ്ക് അഭിഷേകം തന്നാൽ മതി. നമ്മൾ മുമ്പ് പറഞ്ഞു, അവൻ അളവില്ലാതെയാണ് ആത്മാവിനെ നൽകുന്നത്. ഇരട്ടിയായിട്ടോ ട്രിപ്പിളായിട്ടോ അല്ല ആത്മപകർച്ച വെളിപ്പെടുന്നത്. ഓ, നിന്നിൽ ഫുള്ളായിട്ട് ഇറങ്ങുകയാണ് ആത്മാവിന്റെ പകർച്ച. കുറച്ചു നേരം അന്യഭാഷയിൽ ഒന്ന് സ്വതന്ത്രം പറയാമോ? ഈ വചനത്തിനായിരുന്നു സ്വതന്ത്രം പറഞ്ഞ്. ഇരട്ടിപ്പങ്കിന്റെ പുറകിലല്ല നീ നടക്കുന്നത്, നിന്നിൽ ധാരാളമായാണ് ആത്മപകർച്ച വെളിപ്പെടുന്നത്. They have no double portion in the New Testament. പുതുനിയമ സഭയ്ക്കകത്ത് ഇരട്ടിപ്പങ്ക് അഭിഷേകം ഇല്ല. ഓപ്പണായിട്ട് ഞാൻ പറയുക. കൊരിന്ത്യലേഖനത്തിൽ പറയുക, നമ്മളെ അവനോടുകൂടെ അഭിഷേകം ചെയ്തിരിക്കുന്ന ദൈവമല്ലയോ, ക്രിസ്തുവിനോടുകൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ചോദിക്കുന്ന ഓരോരുത്തർക്കും ഇതിങ്ങനെ ധാരാളമായി കിട്ടിക്കൊണ്ടിരിക്കും. ദാഹിക്കുന്ന ഓരോരുത്തർക്കും കരങ്ങൾ അടിച്ച് നിങ്ങൾ ആയിരിക്കുന്നിടത്ത് കരം അടിച്ചൊന്ന് അന്യഭാഷ ആരാധിച്ച്
അപ്പൊ ഫുള്ളായിട്ടാണ് ആത്മപകർച്ച ലഭിക്കുന്നത്. പുതുനിയമത്തിന്റെ അകത്തുള്ള അപ്പൊ ആദ്യജാതന്റെ ഓഹരിയാണല്ലോ ഡബിൾ പോർഷൻ. പുതുനിയമത്തിനകത്തുള്ള ആദ്യജാതൻ ആരാന്നറിയാമോ? ആരാ? ക്രിസ്തുവ. അവൻ മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനായി എഴുന്നേറ്റു. അപ്പൊ ക്രിസ്തുവ ഫസ്റ്റ് ബോൺ. നമ്മുടെ ചേട്ടനാണ് ക്രിസ്തു, യേശു എന്ന് പറഞ്ഞാൽ അവനിൽ എന്തൊക്കെയുണ്ട് അത് മുഴുവൻ എനിക്കുള്ളത്, അവകാശം മുഴുവൻ. ദൈവത്തിന്റെ സർവ്വസമ്പൂർണത അവന്റെ മേൽ വാസം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ സമ്പൂർണതയും ആ മഹത്വവും ആ ആത്മാവിന്റെ ധാരാളമായി പകരപ്പെടുന്ന അനുഭവം എനിക്കുള്ളതാ. കാരണം ആ ക്രൈസ്റ്റ് ഇപ്പൊ എന്റെ ഉള്ളിലായിരിക്കുന്നത്. ചേർന്നാമേൻ പറഞ്ഞാട്ടെ. ഞാൻ വേഗത്തിൽ ഇപ്പൊ നിർത്തുകയാണ്. ഈ വേദഭാഗം കൂടെ വായിച്ചിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ചിലർക്ക് വേണ്ടി ദൈവം ധാരാളമായ ചില വഴികൾ ദൈവാത്മാ തുറക്കാൻ പോവുകയാണ്. സൗമ്യ ഡാൽവിൻ എന്ന് പറയുന്ന ഡിവേഴ്സ്, നിനക്ക് വേണ്ടി ദൈവം ചില മതിലുണ്ട്, പക്ഷെ അതിന്റെ മുകളിൽ കൂടി പടർന്ന് പിടിക്കുന്ന ഒരു വലിയ സ്ഥലം ദൈവാത്മാവ് നിന്റെ മുമ്പിൽ തുറക്കാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ബീന ഫിലിപ്പ്, നിന്റെ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ ഒരു കരം ദൈവാത്മാവ് ചലിക്കുന്നു എന്ന് പറയുന്നു. നീ തലമുറയെ കുറിച്ച് കരയുന്നുണ്ട്. അഥാമനന്തര ജഗശസ്യാധര അതിൽ പ്രധാനപ്പെട്ട ഒരു മകനെ ദൈവാത്മാവ് തൊടുന്നു എന്ന് ആത്മാവ് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അവന്റെ ലൈഫിന്റെ അകത്ത് വലിയ തിരിവുകൾ സംഭവിക്കാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ചില ശൂന്യതകൾ, ചില പുത്ര സമ്പത്തുകൾ, ചില പുത്രന്മാരുടെ വാഗ്ദാനങ്ങൾ ദൈവാത്മാവിന്റെ കുടുംബത്തിൽ ആക്കിത്തരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ചില രാജ്യങ്ങളിലേക്ക് ചിലരെ ദൈവാത്മാവ് പറിച്ചു നടാൻ പോവുകയാണ്. ഓ ജീസസ്. ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് ചില മാസങ്ങളായി പ്രാർത്ഥിച്ചിരിക്കുന്ന ആരോ ഇതെന്നെ കേൾക്കുന്നുണ്ടോ? ഓസ്ട്രേലിയ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈയുയർത്തി പിടിക്കാൻ പ്രാർത്ഥിക്കാൻ പോവാണ് യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഓസ്ട്രേലിയൻ വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഏതോ ഗവൺമെന്റ് തലത്തിൽ ഈ ഇങ്ങനെയുള്ള വിസയുമായി ബന്ധപ്പെട്ട് ഏതോ ടെൻഷനിലായിരിക്കുന്ന, അതെന്തോ തീർന്നു, വിസയുടെ കാലാവധി തീർന്നു, അങ്ങനൊക്കെ ഇരിക്കുന്ന ചിലർക്ക് വേണ്ടി ദൈവാത്മാവ് ചില ഡോറുകൾ ഓപ്പൺ ആക്കാൻ പോകുന്ന ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്നു. ചിലരുടെ വീടുകളിൽ നടന്നുകൊണ്ടിരുന്ന ചില മീറ്റിങ്ങുകൾ വീണ്ടും തുടരാൻ പോവുക. ചില വീടുകൾക്കകത്ത് നടന്ന മീറ്റിംഗ്സ് ദൈവാത്മാവ് വീണ്ടും അതിന് തുടക്കം കുറിക്കാൻ പോവുക. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗക്കെട്ടുകളും രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ നാമത്തിൽ ഫ്രീ ആകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞത് ഇതാണ്, ധാരാളമായി പകരുന്ന ആത്മപകർച്ച. ആ വേദഭാവം വായിച്ചിട്ട് ഞാൻ നിർത്താം. വായിക്കാൻ നമുക്ക് തിരിച്ചതിലേക്ക് തന്നെ വരാം. തീത്തോസിന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം, അതിന്റെ നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടെന്താണ്. അവിടെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. മതി, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പകരുന്ന അഭിഷേകമാണിത്. പകർന്നത് നിങ്ങൾ ഈ കാണുന്നത് പകർന്നു തന്നു എന്നാണ് അപ്പോസ്തലപ്രവൃത്തി ഒന്ന് എടുത്തോളൂ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം പത്രോസിന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. പത്രോസ് 2-ാം അധ്യായം അതിന്റെ 33-ാമത് വചനം വായിക്കാം. അവൻ
ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ വാങ്ങിച്ചത് യേശുവാണ്. ഇത് പൈസ കൊടുത്താൽ കിട്ടത്തില്ല. പൈസ കൊടുത്ത് വാങ്ങേണ്ട പരിപാടിയൊന്നുമല്ല ഇത്. പരിശുദ്ധാത്മാഭിഷേകം വേറൊരു ദൈവദാസന്റെ ശുശ്രൂഷ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റത്തില്ല. അതൊക്കെ കൾട്ടാണ്. അതൊന്നും അങ്ങനെ വാങ്ങിക്കാൻ ഒക്കത്തില്ല പൈസ കൊടുത്ത്. ഇത് യേശുവാ വാങ്ങിച്ചു തന്നിരിക്കുന്നത്. അവിടെ വളരെ വ്യക്തമായിട്ട് പറയാം, അവൻ ദൈവത്തിന്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി. ആരാ വാങ്ങിയത്? യേശുവാണ് വാങ്ങിയത്. എന്നിട്ട് പറയാൻ, നിങ്ങൾ വായിച്ച ആന്റി, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ആത്മപകർച്ച പകർന്നു തന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഒരു പാത്രത്തിൽ നിന്ന് ഒരു എണ്ണ പകരപ്പെടുന്നത് പോലെ പകർന്നു തന്നു. എനിക്ക് ആ വാക്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് കണ്ടോ. അപ്പൊ ആ പകർച്ച നടക്കുമ്പോൾ ചിലത് കാണാനും ഉണ്ടായിരിക്കും, ചിലത് കേൾക്കാനും ഉണ്ടായിരിക്കും. പ്രൈസലോ. ഞാൻ ഈ ദിവസങ്ങൾ പോകുന്നിടത്തല്ല, എന്റെ ഇതൊന്നും പറയല്ല, പോകുന്നിടത്തല്ല ദൈവത്തിന്റെ കൃപയാ ഞാൻ കാണുന്ന കാഴ്ചയാണ്. പിള്ളേരെല്ലാം അഭിഷേകം പ്രാപിക്കുന്നു. അവിടുത്തെ പാസ്റ്റർമാരൊക്കെ നിന്ന് കരയപ്പോൾ എന്നിട്ട് അവര് പറയുന്ന വാക്ക് ഇങ്ങനെയാണോ, ഈ സഭയിൽ ഏറ്റവും ഉഴപ്പനെയാണ് കർത്താവ് ആദ്യം നിറച്ചിരുന്നത്. നോക്കിയോണം, ഈ സഭയ്ക്കകത്ത് ഉഴപ്പനെയാണ് ആദ്യം ഹോളി സ്പിരിറ്റ് തൊട്ടത്. പകർന്നു തരികയാണ്. കാണുകയും യേശുവിന്റെ മാർഗം എന്ന് പറയുന്നത് ചിലത് കാണാനുണ്ടായിരിക്കും, കേൾക്കാനുണ്ടായിരിക്കും. ഒരിക്കലും യേശുവിന്റെ അടുക്കൽ സംശയം തോന്നിയ യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കൽ പറഞ്ഞു വിട്ടിട്ട് ഇപ്രകാരം ചോദിച്ചു, വരുവാനുള്ളവൻ ഇവൻ തന്നെയാണോ? ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമെന്ന് ചോദിച്ചു. അതിന് യേശു മറുപടി പറഞ്ഞ ഇങ്ങനെയാണ്, പോയി പറയുക. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറഞ്ഞ പോയി പറയാൻ പറ. പോയി പറയുക. എന്താ പറയേണ്ടത്? കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, ഉടന്തർ നടക്കുന്നു. ഇങ്ങനെ കാണുന്നതും കേൾക്കുന്നതും പോയി യോഹന്നാനെ അറിയിക്കാൻ പറഞ്ഞു. ക്രിസ്ത്യാനിറ്റിക്കകത്ത് കാണാനും ഉണ്ടായിരിക്കും, കേൾക്കാനും ഉണ്ടായിരിക്കും. ദൈവം നിന്നിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലത് കാണാനും ഉണ്ടായിരിക്കും, ചിലത് കേൾപ്പിക്കാനും ഉള്ളതായിരിക്കും ദൈവാത്മാവ് ചെയ്യാൻ പോകുന്നത്. 1 യോഹന്നാൻ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ആദ്യം മുതൽ ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ തൊട്ടതുമായി ജീവന്റെ വചനം ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ഓക്കെ, കാണാനും ഉണ്ട്, കേൾക്കാനും ഉണ്ട്. പൗലോസ് ആ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി ദമസ്കോസിലേക്ക് വരുമ്പോൾ താൻ രാജാവിന്റെ അടുക്ക പറയുന്നുണ്ട്, എന്നോടുകൂടെ പ്രയാണം ചെയ്തവർ എന്നോട് കേട്ട ശബ്ദം, എന്നോട് വെളിച്ചം കണ്ടു, എന്നാൽ എന്നോട് സംസാരിച്ച നാദം ഞാൻ മാത്രമേ കേട്ടുള്ളൂ. അതുകൊണ്ട് കാണാനുണ്ട്, കേൾക്കാനുണ്ട്. ഇവിടെ പറയാണ്, ആത്മാവ് കാണാനും കേൾക്കാനും തക്ക രീതിയിൽ ഇത് പകർന്നു തന്നു. ഈ ഉപവാസപ്രാർത്ഥനയുടെ 3-ാമത്തെ ദിവസം. എനിക്കറിയാം ഇതിനകത്ത് കയറിയവരെല്ലാം ദാഹമുള്ളവരാ, അല്ലെങ്കിൽ ഇത്രയും പേര് ഇതിനകത്ത് കയറില്ല, അല്ലെങ്കിൽ ഇത്രയും സമയം ഇരിക്കില്ല. ഞങ്ങളോട് ഞാൻ പറയാം, ഈ ഫാസ്റ്റിംഗ് തീരുന്നതിന് മുന്നമേ ചിലത് കാണാൻ പോവാണ്. ആത്മാവിന്റെ ധാരാളമായ പകരപ്പെടുന്ന അനുഭവം ഭൗതിക മേഖലയിൽ, ആത്മീയ മേഖലയിൽ ഒക്കെ കാണാൻ പോവുക. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഇവരെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. നവീകരണം നൽകുന്ന ആത്മപകർച്ചയുടെ പുതിയ മണ്ഡലങ്ങൾ, പുതിയ തലങ്ങൾ ദൈവം ഇവരുടെ മുമ്പിൽ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പിശാചിനെ ഇവർ ഭയപ്പെടേണ്ടതില്ല, രോഗത്തെ ഇവർ ഭയപ്പെടേണ്ടതില്ല. യേശുവിൻ നാമത്തിൽ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന് ധാരാളമായി പകരപ്പെടുന്ന ആത്മപകർച്ച ഇവരുടെ ലൈഫിൽ, ഇവരുടെ ശുശ്രൂഷ മേഖലയിൽ, ജോലി മേഖലയിൽ, ഇവരുടെ കുടുംബങ്ങളിലെ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ കരം തൊടുന്നതിനായ സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അപ്പോൾ തന്നെ മിനി ആന്റി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പ് മുമ്പിൽ നിൽക്കുന്ന പോലെ അനുഗ്രഹിക്കുന്നു, ബ്ലസ് ചെയ്യുന്നു. തലമുറയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും ദൈവത്തിന് ഉയർച്ച ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. എന്നെ വിളിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൻഡ് ഗ്ലോറിയസ് നൈറ്റ്. ആമേൻ.